ഗുഡ് ഈവനിങ് ഓൾ. പോളിടെക്നിക് ലെക്ചറിന്റെ ക്ലാസ് ആണെന്ന്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന പോർഷൻ പി എൻ ജംഗ്ഷൻ ആണ്. ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് എടുത്താൽ ആ സർക്യൂട്ടിൽ ഒരു ആംപ്ലിഫയർ ആണെങ്കിൽ എന്തായാലും ഒരു ആക്റ്റീവ് കോമ്പണന്റ് കാണും. അത് മോസ്ഫെറ്റ് ആണെങ്കിലും ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ആണെങ്കിലും ഏത് ഡിവൈസ് ആണെങ്കിലും അവിടെ എന്ത് കാണും? ഒരു പി എൻ ജംഗ്ഷൻ കാണും. അവിടെ എന്ത് കാണും? ഒരു പി എൻ ജംഗ്ഷൻ കാണും. നോർമലി പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടറിന്റെ ഒരു ജംഗ്ഷൻ ആണ്. രണ്ട് ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടർ ഒരുമിച്ച് കണക്ട് ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഒരു പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുന്നത്. അന്നേരം സെമി കണ്ടക്ടർ എന്താണെന്ന് അറിയണം. ആ ഡിഫറെന്റ് ടൈപ്സ് എന്താണ്? പി ടൈപ്പ് സെമി കണ്ടക്ടർ, എന്താണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് അറിയണം. അവിടെ നിന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് നോക്കാം സെമി കണ്ടക്ടർ എനർജി ബാൻഡ് മോഡൽ എന്താണെന്ന്. ഓക്കെ, എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അപ്പോൾ ചോദിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ക്ലാസ്. എന്താണ് നിങ്ങളുടെ ഓരോ ടൈമിലും അല്ലെങ്കിൽ ഓരോ ടൈമും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഓരോ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ്. മാക്സിമം ക്വസ്റ്റ്യൻസ് ചോദിക്കുക, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഓരോ കാര്യത്തിലും സ്വന്തമായിട്ട് ചിന്തിച്ചു നോക്കുക, ഇവിടുന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. പറ്റുന്നില്ലെങ്കിൽ ആ സെയിം ഫാക്കൽറ്റീസിന്റെ അടുത്ത് ചോദിക്കുക. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും അഡ്വാൻസ്ഡ് ആയിട്ട് ആ പർട്ടിക്കുലർ പോർഷനിൽ പറയണമെങ്കിൽ അപ്പൊ തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് ചോദിക്കാം. ഓക്കെ, ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സെമി കണ്ടക്ടർ എനർജി ബാൻഡ് മോഡലാണ് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എനർജി ബാൻഡ് മോഡൽ എന്ന് പറഞ്ഞാൽ ഏതൊരു മെറ്റീരിയൽ എടുത്താലും ആ മെറ്റീരിയൽസിന്റെ ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന പർട്ടിക്കുലർ എനർജി ലെവൽസ് ഉണ്ട്. ആ പർട്ടിക്കുലർ എനർജി ലെവൽസ് ഡിഫറെന്റ് ബാൻഡ്സ് ആയിട്ടായിരിക്കും. ആ എനർജി ലെവൽസിനെ പറയുന്ന പേരാണ് എന്ത്? എനർജി ബാൻഡ് മോഡൽ. നോർമലി ന്യൂക്ലിയസിൽ നിന്നുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് അനുസരിച്ച് അല്ലെങ്കിൽ ന്യൂക്ലിയസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് അനുസരിച്ച് ഒരു മെറ്റീരിയല് രണ്ട് ബാൻഡ്സ് കാണും, വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്. വാലൻസ് ബാൻഡിൽ നോർമലി ന്യൂക്ലിയസിന്റെ അട്രാക്റ്റീവ് ഫോഴ്സ് എന്തായിരിക്കും? വെരി ലാർജ് ആയിരിക്കും. ദർഫോർ വാലൻസ് ബാൻഡിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസ് നോർമലി എന്തായിരിക്കും? സ്റ്റേഷനറി ആയിരിക്കും. കാരണം എന്താണ്? അത് ബൗണ്ടഡ് ടു ലാർജ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് ന്യൂക്ലിയസിലാണ്. ന്യൂക്ലിയസ് എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു മെറ്റീരിയൽ ആണ്. വാലൻസ് ബാൻഡിലെ ഇലക്ട്രോൺസിന് മുകളിൽ എന്ത് കാണും? അതിന്റെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, അതൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. ആ ലാർജ് ഫോഴ്സ് കാരണം വാലൻസ് ബാൻഡിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസ് ഓൾവേസ് എന്തായിരിക്കും? ബൗണ്ടഡ് ടു ദ ആറ്റം ആയിരിക്കും, അല്ലെങ്കിൽ ബൗണ്ടഡ് ടു ദ ന്യൂക്ലിയസ് ആയിരിക്കും. തിരിച്ച് അട്രാക്റ്റീവ് ഫോഴ്സ് കുറഞ്ഞ അല്ലെങ്കിൽ ഫ്രീ ഇലക്ട്രോൺസിനെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പർട്ടിക്കുലർ എനർജി ബാൻഡ് ഉണ്ട്. അതിനെ പറയാം കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയും. ഏതൊരു മെറ്റീരിയൽ എടുത്താലും വാലൻസ് ബാൻഡും കാണും, കണ്ടക്ഷൻ ബാൻഡും കാണും. ആ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഒരു പർട്ടിക്കുലർ ഗ്യാപ്പിലായിരിക്കാം, അല്ലെങ്കിൽ ലാർജ് ഗ്യാപ്പിലായിരിക്കാം, അല്ലെങ്കിൽ കോയിൻസൈഡിങ് ആയിരിക്കാം. എയ്തർ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് കോയിൻസൈഡിങ് അല്ലെങ്കിൽ ഓവർലാപ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്മോൾ ഡിസ്റ്റൻസ് അപ്പാർട്ടിലായിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം? വൈഡ് അപ്പാർട്ട് ആയിരിക്കാം. വാലൻസ് ബാൻഡിനേക്കാളും ഹയർ എനർജിയിലാണ് കണ്ടക്ഷൻ ബാൻഡ് ഇരിക്കുന്നതെന്ന് വെക്കാം. ഓക്കെ, അതിനനുസരിച്ച് മെറ്റീരിയൽസിന് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം: കണ്ടക്ടർ, ഇൻസുലേറ്റർ ആൻഡ് സെമി കണ്ടക്ടർ. നോർമലി ഇൻസുലേറ്ററിൽ ഈ എനർജി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടക്ഷൻ ബാൻഡിന്റെ ഏറ്റവും ലോവസ്റ്റ് എനർജി ലെവൽ, അതിനെ പറയുന്ന പേരാണ് ഈ സഫിക്സ് സി എന്ന് പറയാം. ഈ സഫിക്സ് സി എന്ന് പറയാം. അതിന്റെ പേരെന്താണ്? ലോവസ്റ്റ് എനർജി ലെവൽ ഓഫ് കണ്ടക്ഷൻ ബാൻഡ് ആണ്. സിമിലർലി വാലൻസ് ബാൻഡ് എടുത്താല് ആ വാലൻസ് ബാൻഡിന്റെ ഏറ്റവും ഹയസ്റ്റ് എനർജി ലെവലിനെ നമുക്ക് പറയാം ഈ സഫിക്സ് വി എന്ന് പറയാം. കാരണം ഈ കണ്ടക്ഷൻ ബാൻഡിലെ ലോവസ്റ്റ് എനർജി ലെവലും വാലൻസ് ബാൻഡിലെ ഹയസ്റ്റ് എനർജി ലെവലും തമ്മിൽ ഒരു സ്മോൾ ഗ്യാപ്പ് കാണും. ആ സ്മോൾ ഗ്യാപ്പിനെ നമുക്ക് പറയാം എനർജി ബാൻഡ് ഗ്യാപ്പ്, അല്ലെങ്കിൽ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയാം. എന്തെന്ന് പറയാം? ഏതർ എനർജി ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്തെന്ന് പറയാം? ഫോർബിഡൻ ബാൻഡ് ഗ്യാപ്പ്, അല്ലെങ്കിൽ എനർജി ഗ്യാപ്പ് എന്ന് പറയാം. ആ എനർജി ഗ്യാപ്പിന്റെ വാല്യൂ അനുസരിച്ചാണ് മെറ്റീരിയൽസിനെ ഇൻസുലേറ്റർ
സെമി കണ്ടക്ടർ ആൻഡ് കണ്ടക്ടർ എന്ന് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒരു ഇൻസുലേറ്റർ എടുത്താൽ ഈ എനർജി ഗ്യാപ്പിന്റെ വാല്യൂ എന്തായിരിക്കും? വെരി ലാർജ് ആയിരിക്കും. നോർമലി ഈ എനർജി ഗ്യാപ്പ് മെഷർ ചെയ്യുന്നത് ഇലക്ട്രോൺ വോൾട്ടിലായിരിക്കും. ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ടു ബ്രിങ് എ ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ് ആണ്. ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലോട്ട് ഒരു 1 കൂളോം ചാർജിനെ മൂവ് ചെയ്യുന്ന വർക്കാണ് എന്ത്? പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ആ പൊട്ടൻഷ്യൽ മൾട്ടിപ്ലൈഡ് വിത്ത് ചാർജ് എന്തായിരിക്കും? ഓൾവേസ് വർക്ക് ആയിരിക്കും. Therefore, ഇവിടുത്തെ എനർജി ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ഒരു എനർജിയാണ്, അല്ലെങ്കിൽ എന്താണ്? ഒരു വർക്കാണ്. അത് ആക്ച്വലി എന്താണ്? പൊട്ടൻഷ്യൽ മൾട്ടിപ്ലൈഡ് വിത്ത് ചാർജ് ആണ്. ഇവിടുത്തെ ചാർജ് ആരാണ്? ഇലക്ട്രോൺ ചാർജ് ആണ്. ഇലക്ട്രോൺ ചാർജിനെ നോർമലി എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? സ്മോൾ ഇ എന്ന് റെപ്രസെന്റ് ചെയ്യും. Therefore, സ്മോൾ ഇ മൾട്ടിപ്ലൈഡ് വിത്ത് വോൾട്ട് എന്തായിരിക്കും? ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. അതായിരിക്കും നോർമലി എല്ലാ സെമി കണ്ടക്ടറിലെയും എനർജി ഗ്യാപ്പിന്റെ യൂണിറ്റ്. എനർജി ഗ്യാപ്പിന്റെയും അതുപോലെ കണ്ടക്ഷൻ ബാൻഡ് എനർജി ലെവലിന്റെയും വാലൻസ് ബാൻഡ് എനർജി ലെവലിന്റെയും അതുപോലെ സെമി കണ്ടക്ടറിൽ വരുന്ന എല്ലാ എനർജി ലെവൽസിന്റെയും ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എടുത്താൽ അവിടെ ഒരു ഇൻട്രിൻസിക് എനർജി ലെവൽ വരും, അതുപോലെ ഒരു ഫെർമി എനർജി ലെവൽ വരും. അതെന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അന്നേരം ഓർത്തിരിക്കുക, സെമി കണ്ടക്ടറിലെ എല്ലാ എനർജി ലെവൽസിനെയും ഏത് യൂണിറ്റ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇലക്ട്രോൺ വോൾട്ട് വെച്ചിട്ടായിരിക്കും. ഒരു ഇൻസുലേറ്റർ എടുത്താൽ ഈ എനർജി ഗ്യാപ്പിന്റെ വാല്യൂ എന്തായിരിക്കും? വെരി ലാർജ് ആയിരിക്കും. ഒരു ഇൻസുലേറ്റർ എടുത്താൽ നോർമലി ഈ എനർജി ഗ്യാപ്പിന്റെ വാല്യൂ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 5 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. ഇൻസുലേറ്റർ ആണ് പറഞ്ഞത്. ഇൻസുലേറ്റർ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 5 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. Therefore, എക്സ്റ്റേണലി എത്ര തെർമൽ എനർജി കൊടുത്താലും, അല്ലെങ്കിൽ എക്സ്റ്റേണലി എത്ര ലൈറ്റ് എനർജി കൊടുത്താലും, ഏത് ഫോം ഓഫ് എനർജി കൊടുത്താലും ഒരു ഇൻസുലേറ്ററിൽ ഓൾവേസ് കണ്ടക്ഷൻ ബാൻഡ് എന്തായിരിക്കും? ഫുള്ളി ഓക്യുപ്പൈഡ് ആയിരിക്കും. വാലൻസ് ബാൻഡ് ഫുള്ളി ഓക്യുപ്പൈഡ് ആയിരിക്കും. കണ്ടക്ഷൻ ബാൻഡ് എന്തായിരിക്കും? എം ഡി ആയിരിക്കും. കണ്ടക്ഷൻ ബാൻഡ് എം ജി ആയിരിക്കും. Therefore, കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസ് ഇല്ലെങ്കിൽ ആ മെറ്റീരിയൽസിന്റെ കണ്ടക്ടിവിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. Therefore, ഇൻസുലേറ്റർ 0 കണ്ടക്ടിവിറ്റി ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാം അതിന്റെ കണ്ടക്ടിവിറ്റി അപ്രോക്സിമേറ്റ്ലി എന്താണ്? 0 ആണ്. തിരിച്ച് സെമി കണ്ടക്ടർ എടുത്താൽ ഈ എനർജി ഗ്യാപ്പിന്റെ വാല്യൂ ഞാൻ പറഞ്ഞ കണ്ടക്ഷൻ ബാൻഡിന്റെ ഹയസ്റ്റ് എനർജി ലെവൽ, ലോവസ്റ്റ് എനർജി ലെവലും അതുപോലെ വാലൻസ് ബാൻഡിന്റെ ഹയസ്റ്റ് എനർജിയും തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ പറയാം EC മൈനസ് EV എന്ന് പറയാം. ആ എനർജി ഗ്യാപ്പ് അപ്രോക്സിമേറ്റ്ലി അല്ലെങ്കിൽ എറൗണ്ട് 1 ഇലക്ട്രോൺ വോൾട്ട് റേഞ്ചിലായിരിക്കും. 1 ഇലക്ട്രോൺ വോൾട്ടിന് താഴെയോ അല്ലെങ്കിൽ 1 ഇലക്ട്രോൺ വോൾട്ടിന് അടുത്തും ആയിരിക്കും സെമി കണ്ടക്ടറിന്റെ എനർജി ഗ്യാപ്പ്. Therefore, എക്സ്റ്റേണൽ എനർജി കൊടുത്താൽ തെർമൽ എനർജി ആയിരിക്കാം, ലൈറ്റ് എനർജി ആയിരിക്കാം, ഏത് ഫോമോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ വോൾട്ടേജ് സോഴ്സോ ആയിക്കോട്ടെ, ഏത് ടൈപ്പ് ഓഫ് എനർജി കൊടുത്താലും വാലൻസ് ബാൻഡിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസിനെ നമുക്ക് എങ്ങോട്ട് എക്സൈറ്റ് ചെയ്യിക്കാൻ പറ്റും? കണ്ടക്ഷൻ ബാൻഡിലോട്ട് എക്സൈറ്റ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, വാലൻസ് ബാൻഡിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലോട്ട് ജമ്പ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് എക്സൈറ്റേഷൻ. Therefore, സെമി കണ്ടക്ടറിൽ എക്സ്റ്റേണൽ എനർജി കൊടുത്താൽ അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യും? ഫ്രീ ഇലക്ട്രോൺസ് ഇൻ കണ്ടക്ഷൻ ബാൻഡ് ക്രിയേറ്റ് ചെയ്യും. Therefore, അതിന് എന്ത് വരും? ഒരു നോൺ സീറോ കണ്ടക്ടിവിറ്റി വരും. Therefore, എക്സ്റ്റേണൽ എനർജി കൊടുത്താൽ ഒരു സെമി കണ്ടക്ടർ എന്തായിട്ട് വർക്ക് ചെയ്യും? ഒരു കണ്ടക്ടർ ആയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, അന്നേരം ആ എക്സ്റ്റേണൽ എനർജി ടെമ്പറേച്ചർ ആയിരിക്കാം, ലൈറ്റ് ആയിരിക്കാം, എക്സ്റ്റേണൽ വോൾട്ടേജ് സോഴ്സ് ആയിരിക്കാം, എന്തോ ആയിക്കോട്ടെ. വാലൻസ് ബാൻഡിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസിന് സഫിഷ്യന്റ് എനർജി എത്രയും സഫിഷ്യന്റ് എനർജി കൊടുക്കണം? ആ സഫിഷ്യന്റ് എക്സ്റ്റേണൽ എനർജി മിനിമം എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ എനർജി ഗ്യാപ്പ് ആയിരിക്കണം. എനർജി ഗ്യാപ്പിനേക്കാളും കൂടുതലായിട്ട് ഏത് എനർജി കൊടുത്താലും വാലൻസ് ബാൻഡിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസ് എങ്ങോട്ട് ജമ്പ് ചെയ്യും? കണ്ടക്ഷൻ ബാൻഡിലോട്ട് ജമ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതൊരു നോർമൽ സ്റ്റേറ്റിൽ ഇരിക്കുന്ന സെമി കണ്ടക്ടർ ആണ്. ഇവിടെ നോക്കിയാൽ എല്ലാ ഇലക്ട്രോൺസും എവിടാണ്? വാലൻസ് ബാൻഡിലാണ്. വാലൻസ് ബാൻഡിന്റെ ഹയസ്റ്റ് എനർജി ലെവലിലാണ് എല്ലാ ഇലക്ട്രോൺസും. എക്സ്റ്റേണൽ തെർമൽ എനർജി കൊടുത്താൽ ഒരു സെമി കണ്ടക്ടറിലുള്ള ബോണ്ടാണ് കോവലന്റ് ബോണ്ട്സ്. ഇലക്ട്രോൺ ഷെയറിംഗ് വഴിയായിരിക്കും കോവലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത്. Therefore, എക്സ്റ്റേണൽ തെർമൽ എനർജി കൊടുത്താൽ ഈ സെമി കണ്ടക്ടറിലെ അത് ഏതർ സിലിക്കൺ ആയിരിക്കാം അല്ലെങ്കിൽ എന്തായിരിക്കാം?
ജർമ്മനി ആയിരിക്കാം. നോർമലി 14th ഗ്രൂപ്പ് എലമെന്റ്സ് ആണ് എന്ത് സെമി കണ്ടക്ടർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. 14th ഗ്രൂപ്പ് എലമെന്റ്സ് ആണെങ്കിൽ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ് 284 ആയിരിക്കും. ദെർഫോർ വാലൻസ് ഷെല്ലില് 4 ഇലക്ട്രോൺസ് കാണും. 4 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അത് ഒരിക്കലും അയോണിക് ബോണ്ട് ഫോം ചെയ്യില്ല. ഏത് ബോണ്ട് ഫോം ചെയ്യും? കോവലന്റ് ബോണ്ട് ഫോം ചെയ്യും. ദെർഫോർ എക്സ്റ്റേണൽ എനർജി കൊടുത്താല് ഈ ബോണ്ട് എന്ത് ചെയ്യും? ഈ ബോണ്ട് രണ്ട് സിലിക്കൺ മെറ്റീരിയല് തമ്മിൽ ഫോം ചെയ്തിരിക്കുന്ന കോവലന്റ് ബോണ്ട് എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യും. ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്താൽ ഓൾവേസ് ഓർത്തിരിക്കുക ഒരു ഇലക്ട്രോണും ഒരു ഹോളും ഫോം ചെയ്യും. ദെർഫോർ ലാർജ് നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടെങ്കിൽ ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ഫോം ചെയ്യും. ആ ഇലക്ട്രോൺസ് എങ്ങോട്ട് ജമ്പ് ചെയ്യും? കണ്ടക്ഷൻ ബാൻഡിലോട്ട് ജമ്പ് ചെയ്യും. ഒരു ഇലക്ട്രോൺ ജമ്പ് ചെയ്താൽ ആ ഇലക്ട്രോണിന്റെ വേക്കൻസി എവിടെ ക്രിയേറ്റ് ചെയ്യും? വാലൻസ് ബാൻഡിൽ ക്രിയേറ്റ് ചെയ്യും. ആ വേക്കൻസി നമുക്ക് പറയാം ഹോൾ എന്ന് പറയാം. ദെർഫോർ എക്സ്റ്റേണൽ തെർമൽ എനർജി കൊടുത്താൽ ഒരു സെമി കണ്ടക്ടറിൽ ലാർജ് നമ്പർ ഓഫ് കോവലന്റ് ബോണ്ട്സ് ബ്രേക്ക് ചെയ്യും. അതുവഴി ഇലക്ട്രോൺസ് എങ്ങോട്ട് ജമ്പ് ചെയ്യും? കണ്ടക്ഷൻ ബാൻഡ്. ഹൈ എനർജി കിട്ടിയാൽ ഓൾവേസ് എങ്ങോട്ട് ജമ്പ് ചെയ്യും? ഹയസ്റ്റ് എനർജി ലെവലായ കണ്ടക്ഷൻ ബാൻഡിലോട്ട് ജമ്പ് ചെയ്യും. ആ കണ്ടക്ഷൻ ബാൻഡിലോട്ട് ഇലക്ട്രോൺസ് ജമ്പ് ചെയ്താൽ വാലൻസ് ബാൻഡിൽ എന്ത് ക്രിയേറ്റ് ചെയ്യും? ഒരു ഇലക്ട്രോണിന്റെ വേക്കൻസി ക്രിയേറ്റ് ചെയ്യും. ആ വേക്കൻസി നമുക്ക് പറയാം ഹോൾ എന്ന് പറയാം. ദെർഫോർ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തത് വഴി രണ്ട് ചാർജ് കരീസ് ക്രിയേറ്റ് ചെയ്തു. ഒരു നെഗറ്റീവ് ചാർജ് കരിയറായ ഇലക്ട്രോണും ഒരു പോസിറ്റീവ് ചാർജ് കരിയറായ ഹോളും ക്രിയേറ്റ് ചെയ്തു. ഇത് എപ്പോഴാണ് ക്രിയേറ്റ് ചെയ്തത്? എക്സ്റ്റേണൽ തെർമൽ എനർജിയുടെ പ്രസൻസിലാണ്. ഓക്കെ, അന്നേരം ഓർത്തിരിക്കുക എക്സ്റ്റേണൽ തെർമൽ എനർജി കൊടുത്താൽ നോർമലി ഒരു ടെമ്പറേച്ചർ കൊടുത്താൽ ആ ടെമ്പറേച്ചർ വഴിയുള്ള എനർജി നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ഇൻറ്റു ടെമ്പറേച്ചർ എന്ന് പറയാം. എന്തെന്ന് പറയാം? ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ഇൻറ്റു ടെമ്പറേച്ചർ എന്ന് പറയാം. അതിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ എനർജി ഗ്യാപ്പ് ആണെങ്കിൽ അവിടെ എന്ത് ഫോം ചെയ്യും? ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ഫോം ചെയ്യും. ആ ഇലക്ട്രോൺസും ഹോൾസും എന്താണ്? ചാർജ് കരീസ് ആണ്. ദെർഫോർ അവിടെ ചാർജ് കരീസ് ഫോം ചെയ്യും. ചാർജ് കരീർ എന്ന് പറഞ്ഞാൽ ചാർജിനെ അല്ലെങ്കിൽ എന്താണ് ഇലക്ട്രിക് കറണ്ടിന് അല്ലെങ്കിൽ എന്താണ് ഒരു സെമി കണ്ടക്ടറിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലോട്ട് ഇലക്ട്രിക് കറണ്ടിനെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഫ്ലോ ചെയ്യിക്കുന്നത്. ദെർഫോർ സെമി കണ്ടക്ടർ തെർമൽ എനർജി കൊടുത്താൽ എന്തായിട്ട് വർക്ക് ചെയ്യും? ഒരു കണ്ടക്ടർ ആയിട്ട് വർക്ക് ചെയ്യും. കുറെ ടൈം കഴിഞ്ഞാല് ഇവിടെ ഇലക്ട്രോൺസും ഹോൾസിന്റെയും ഫ്ലോ അവിടെ എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്യും. വീണ്ടും സെമി കണ്ടക്ടറിൽ കറണ്ട് എന്തായിട്ട് മാറും? സീറോ ആയിട്ട് മാറും. ദെർഫോർ എക്സ്റ്റേണൽ എനർജി കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തോണ്ടിരുന്നാൽ സെമി കണ്ടക്ടർ ഓൾവേസ് എന്തായിട്ട് മാറും? ഒരു കണ്ടക്ടർ ആയിട്ട് മാറും. എക്സ്റ്റേണൽ എനർജി റിമൂവ് ചെയ്താല് പിന്നെ ആ സെമി കണ്ടക്ടർ വീണ്ടും ഏത് സ്റ്റേറ്റിലോട്ട് പോകും? ഇൻസുലേറ്റിംഗ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു ഇൻസുലേറ്റർ പോലെ വർക്ക് ചെയ്യും. ദെർഫോർ തെർമൽ എനർജി കൊടുത്താല് ഒരു റൂം ടെമ്പറേച്ചർ ആയാലും റൂം ടെമ്പറേച്ചർ നോർമലി 300 കെൽവിൻ ആയിരിക്കും. ആ 300 കെൽവിനില് സെമി കണ്ടക്ടർ എന്തായിട്ട് വർക്ക് ചെയ്യും? ഒരു കണ്ടക്ടർ ആയിട്ട് വർക്ക് ചെയ്യും. തിരിച്ച് അബ്സല്യൂട്ട് സീറോയില് അല്ലെങ്കിൽ 0 കെൽവിനില് ഓൾവേസ് സെമി കണ്ടക്ടറിലെ എല്ലാ ഇലക്ട്രോൺസും വാലൻസ് ബാൻഡിൽ തന്നെ ആയിരിക്കും. കണ്ടക്ഷൻ ബാൻഡ് എം ഡി ആയിരിക്കും. ദെർഫോർ 0 കെൽവിനില് സെമി കണ്ടക്ടർ എന്തായിരിക്കും? ഇൻസുലേറ്റർ ആയിരിക്കും. ഇത് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ഇയറിൽ. ഓർത്തിരിക്കുക റൂം ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ 300 കെൽവിനില് സെമി കണ്ടക്ടർ എന്തായിരിക്കും? കണ്ടക്ടർ ആയിരിക്കും. അതിന് റീസൺ എന്താണ്? ബ്രേക്കേജ് ഓഫ് കോവലന്റ് ബോണ്ട്സ് ആണ്. കോവലന്റ് ബോണ്ട്സ് ഫോം ചെയ്ത് അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ആണ് സെമി കണ്ടക്ടറിനെ കണ്ടക്ടർ ആയിട്ട് മാറ്റുന്നത്. തിരിച്ച് 0 കെൽവിനില് സഫീഷ്യന്റ് എനർജി കിട്ടത്തില്ല ഇലക്ട്രോൺസിന് എങ്ങോട്ട് ജമ്പ് ചെയ്യാൻ? എനർജി ഗ്യാപ്പിൽ കൂടെ കണ്ടക്ഷൻ ബാൻഡിലോട്ട് ജമ്പ് ചെയ്യാൻ. ദെർഫോർ അബ്സല്യൂട്ട് 0 ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ 0 കെൽവിനില് സെമി കണ്ടക്ടർ എന്തായിരിക്കും? ഇൻസുലേറ്റർ ആയിരിക്കും. ഇത്രയും പോയിന്റ്സ് അറിഞ്ഞിരിക്കുക. ഇനി അന്നേരം ഇവിടുന്ന് ഒരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാം. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തപ്പം എന്ത് ചെയ്തു? ഇലക്ട്രോൺസിന് ഈസി ആയിട്ട് ജമ്പ് ചെയ്യാൻ പറ്റി. നോർമലി ടെമ്പറേച്ചർ കൂടുമ്പം എനർജി ഗ്യാപ്പിന്റെ വാല്യൂ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും ഡ്യൂ ടു ലാറ്റിസ് വൈബ്രേഷൻ ആൻഡ് തെർമൽ എക്സ്പാൻഷൻ അതുപോലെ അതർ ക്വാണ്ടം മെക്കാനിക്കൽ എഫക്ട് കാരണം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ ഇവിടെ ഇരിക്കുന്ന ഇലക്ട്രോൺസിന്റെ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആറ്റംസിന്റെ വൈബ്രേഷൻ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഇൻക്രീസ് ചെയ്താൽ രണ്ട് ആറ്റംസ് തമ്മിലുള്ള സ്പേസ് എന്ത് ചെയ്യും?
ഇൻക്രീസ് ചെയ്യും. രണ്ട് ആറ്റംസ് തമ്മിലുള്ള സ്പേസ് ഇൻക്രീസ് ചെയ്താൽ ന്യൂക്ലിയസിന്റെ അട്രാക്റ്റീവ് ഫോഴ്സ് ഡിക്രീസ് ചെയ്യും. ദർഫോർ ഈസി ആയിട്ട് ഇവിടുത്തെ ഇലക്ട്രോൺസിന് എങ്ങോട്ട് ജമ്പ് ചെയ്യാൻ പറ്റും? കണ്ടക്ഷൻ ബാൻഡിലോട്ട് ജമ്പ് ചെയ്യാൻ പറ്റും. ദർഫോർ എനർജി ഗ്യാപ്പിന്റെ വാല്യൂ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഒരു സിലിക്കൺ മെറ്റീരിയൽ എടുത്താൽ അതിന്റെ എനർജി ഗ്യാപ്പിന്റെ വാല്യൂ 0 കെൽവിൻ ആണെങ്കിൽ 1.2 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. തിരിച്ച് 300 കെൽവിൻ ആയിട്ട് മാറുമ്പം അതിന്റെ എനർജി ഗ്യാപ്പ് 1.1 ഇലക്ട്രോൺ വോൾട്ട് ആയിട്ട് മാറും. സിമിലർലി ജെർമേനിയം സെമി കണ്ടക്ടർ എടുത്താൽ 0 കെൽവിൽ അല്ലെങ്കിൽ അബ്സല്യൂട്ട് 0 ടെമ്പറേച്ചറിൽ അതിന്റെ എനർജി ഗ്യാപ്പ് 0.785 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ ജെർമേനിയം മെറ്റീരിയലിന്റെ എനർജി ഗ്യാപ്പ് 0.72 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. ദർഫോർ നമുക്ക് പറയാം ഓരോ കെൽവിൻ ഇൻക്രീസിലും അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പം അതിന്റെ എഫക്റ്റീവ് എനർജി ഗ്യാപ്പ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ദർഫോർ ഹൈ ടെമ്പറേച്ചറിൽ ഒരു സെമി കണ്ടക്ടറിൽ ഇലക്ട്രോൺസിന് കണ്ടക്ഷൻ ബാൻഡിലോട്ട് ജമ്പ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. ദർഫോർ ഹൈ ടെമ്പറേച്ചറിൽ മെറ്റീരിയൽ എന്തായിട്ട് വർക്ക് ചെയ്യും? ബെസ്റ്റ് കണ്ടക്ടർ ആയിട്ട് വർക്ക് ചെയ്യും. തിരിച്ച് ലോവർ ടെമ്പറേച്ചറിൽ എനർജി ഗ്യാപ്പ് ലാർജ് ആയിരിക്കും. ദർഫോർ ഇലക്ട്രോൺസിന് ഈസി ആയിട്ട് ജമ്പ് ചെയ്യാൻ പറ്റില്ല. ദർഫോർ ടെമ്പറേച്ചർ കുറയും തോറും ആ സെമി കണ്ടക്ടറിന്റെ കണ്ടക്ടിവിറ്റി ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. സെമി കണ്ടക്ടർ അപ്രോച്ചസ് ടു എന്തായിട്ട് മാറും? ഇൻസുലേറ്റർ ആയിട്ട് മാറും. ഹൈ ടെമ്പറേച്ചറിൽ സെമി കണ്ടക്ടർ എന്തായിട്ട് മാറും? ഒരു ബെസ്റ്റ് കണ്ടക്ടർ ആയിട്ട് മാറും. അന്നേരം ഇത്രയും പോർഷൻസ് ആണ് എനർജി ബാൻഡ് മോഡൽ ചെയ്യുന്ന ഓർത്തിരിക്കേണ്ടത്. ഇത്രയും പോർഷൻസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ഹലോ സാറേ, ഫെർമി ലെവലിന്റെ പൊസിഷൻ ഒന്ന് പറയാമോ? ഓക്കെ, ഫെർമി ലെവലിന്റെ പൊസിഷൻ പറയാം. ഓക്കെ, ആ പോർഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, എന്നാലും ജസ്റ്റ് പെട്ടെന്നൊന്ന് പറയാം. സെമി കണ്ടക്ടറിൽ ഞാൻ ഇപ്പം പറഞ്ഞ കേസ് ഓഫ് സെമി കണ്ടക്ടർ പ്യുവർ സെമി കണ്ടക്ടർ ആണ്. എന്താണ്? പ്യുവർ സെമി കണ്ടക്ടർ ആണ്. ആ സെമി കണ്ടക്ടറിനെ പറയുന്ന പേരാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. ആ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസും നമ്പർ ഓഫ് ഹോൾസും ഈക്വൽ ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു ഇൻട്രിൻസിക് കരിയർ കോൺസെൻട്രേഷൻ ആയിരിക്കും. ഈ റീസൺ കാരണം അവിടെ നമ്പർ ഓഫ് എക്സ്ട്രാ ഇലക്ട്രോൺസ് നമ്പർ ഓഫ് എക്സ്ട്രാ ഹോൾസ് ഒക്കെ എന്തായിരിക്കും? കുറവായിരിക്കും. കണ്ടക്ടിവിറ്റി സ്മോൾ ആയിരിക്കും. ദർഫോർ ഈ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിനെ എക്സ്ട്രാ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്തിട്ട് എന്താക്കി മാറ്റും? എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ആക്കി മാറ്റും. ആ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിന് എക്സാമ്പിൾ ആണ് പി ടൈപ്പ് ആൻഡ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. ഈ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആണെങ്കിൽ അതിന്റെ ഫെർമി എനർജി ലെവലിന്റെ പൊസിഷൻ കണ്ടക്ഷൻ ബാൻഡിന്റെയും വാലൻസ് ബാൻഡിന്റെയും മിഡ് പോയിന്റിലായിരിക്കും. എവിടെ ആയിരിക്കും? EC plus EV ഡിവൈഡഡ് ബൈ 2 ഫെർമി ലെവലിന്റെ വാല്യൂ. തിരിച്ച് പി ടൈപ്പ് സെമി കണ്ടക്ടർ ആണെങ്കിൽ അതിന്റെ ഫെർമി ലെവൽ നിയർ ടു വാലൻസ് ബാൻഡ് ആയിരിക്കും. തിരിച്ച് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആണെങ്കിൽ അതിന്റെ ഫെർമി ലെവൽ നിയർ ടു കണ്ടക്ഷൻ ബാൻഡ് ആയിരിക്കും. അതിന് റീസൺ എന്താണെന്ന് പ്രാക്ടിക്കലിയും പറയാം, ഇക്വേഷൻ ബേസ് ചെയ്തിട്ടും പറയാം. ഇത്ര ഓർത്തിരിക്കുക, ഒരു നോർമൽ സെമി കണ്ടക്ടറിൽ ഫെർമി ലെവൽ എവിടെ ആയിരിക്കും? അതിന്റെ മിഡ് പോയിന്റിലായിരിക്കും. ഇസിയുടെയും ഇവിയുടെയും മിഡ് പോയിന്റിലായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാം എനർജി ഗ്യാപ്പിന്റെ മിഡ് പോയിന്റിലാണെന്ന് പറയാം. ഓക്കെ, ഈ വാല്യൂ തന്നെ ആയിരിക്കും അതിന്റെ ഇൻട്രിൻസിക് എനർജി ലെവൽ. എന്താണ് ഫെർമി എനർജി ലെവൽ എന്ന് നമുക്ക് പറയാം. ഫെർമി എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ ഇതൊരു അപ്രോക്സിമേറ്റ് അല്ലെങ്കിൽ ഒരു അസിംപ്റ്റോട്ടിക് ലെവലാണ്. അങ്ങനെ ഒരു ആക്ച്വൽ ലെവൽ ഇല്ല. ആ ലെവല് ഒരു ഒരു അസംഷൻ ആണ്. ഒരു സെമി കണ്ടക്ടറിൽ ഇലക്ട്രോൺസിനെ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മിനിമം പ്രോബബിലിറ്റി ഉള്ള ഒരു എനർജി ലെവലിനെ പറയുന്ന പേരാണ് എന്ത്? ഫെർമി എനർജി ലെവൽ. ഫെർമി എനർജി ലെവൽ എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോൺസിനെ ഒരു പർട്ടിക്കുലർ പ്രോബബിലിറ്റിയിൽ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി ലെവലിനെ പറയുന്ന പേരാണ് എന്ത്? ഫെർമി എനർജി ലെവൽ. ഒരു സെമി കണ്ടക്ടർ എടുത്താലേ എല്ലാ എനർജി ലെവലിലും ഇലക്ട്രോൺസിനെ ഫൈൻഡ് ചെയ്യുന്ന പ്രോബബിലിറ്റി എന്തായിരിക്കണമെന്ന് നിർബന്ധമില്ല, സെയിം ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസിനെ ഫൈൻഡ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും? ലാർജ് ആയിരിക്കും. വാലൻസ് ബാൻഡില് ഇലക്ട്രോൺസിനെ ഫൈൻഡ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി കുറവായിരിക്കും. പക്ഷെ ഹോൾസിനെ
ഫൈൻഡ് ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്തായിരിക്കും? ലാർജ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷന് പറയുന്ന പേരാണ് ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എഫ് ഓഫ് ഇ എന്നാണ്. ആ ഡിസ്ട്രിബ്യൂഷൻ പറയുന്നത് ഇലക്ട്രോൺസിനെ ഫൈൻഡ് ചെയ്യാനുള്ള പ്രോബിലിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എക്സ്പൊണൻഷ്യൽ ഇ മൈനസ് എനർജി ലെവൽ എന്താണോ ആ എനർജി ലെവൽ മൈനസ് ഫെർമി എനർജി ലെവൽ ഡിവൈഡഡ് ബൈ ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ഇൻടു ടെമ്പറേച്ചർ എന്നാണ്. ഓക്കെ, അങ്ങനെ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എനർജി ലെവൽ ഈക്വൽ ടു ഇ എഫ് ആകുമ്പോൾ ഈ വാല്യൂ എന്തായിട്ട് മാറും? 1/2 ആയിട്ട് മാറും. Therefore നമുക്ക് പറയാം ഫെർമി എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു സെമി കണ്ടക്ടറിൽ 50% പ്രോബിലിറ്റി ഓഫ് ഇലക്ട്രോൺസിനെ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി ലെവലാണ്. ഫെർമി എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺസിനെ 50% പ്രോബിലിറ്റിയിൽ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കേസാണ് എന്ത്? ഫെർമി എനർജി ലെവൽ. അല്ലെങ്കിൽ ആ എനർജി ലെവൽ എടുത്താൽ അവിടെ 50% ചാൻസ് ഉണ്ട് നമുക്ക് എന്തിനു ഫൈൻഡ് ചെയ്യാൻ? ഇലക്ട്രോൺസിനെ ഫൈൻഡ് ചെയ്യാൻ. അതൊരു എന്താണ്? ഒരു അപ്രോക്സിമേഷൻ ആണ്. അതൊരു ആക്ച്വൽ വാല്യൂ അല്ല. പ്രാക്ടിക്കലി അത് കറക്റ്റ് ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ മാത്തമാറ്റിക്കലി നമ്മൾ പറയും ആ ഫെർമി എനർജി ലെവൽ എടുത്താൽ അവിടെ ഇലക്ട്രോൺസിനെ ഫൈൻഡ് ചെയ്യാനുള്ള പ്രോബിലിറ്റി ഹാഫ് ആയിരിക്കും. ഇലക്ട്രോൺസിനെ ഫൈൻഡ് ചെയ്യാതിരിക്കാനുള്ള പ്രോബിലിറ്റി എന്ത് തന്നെ ആയിരിക്കും? ഹാഫ് തന്നെ ആയിരിക്കും. ഇലക്ട്രോൺസിനെ ഫൈൻഡ് ചെയ്യാതിരിക്കാനുള്ള പ്രോബിലിറ്റി ആക്ച്വലി എന്താണ്? ഹോൾസിനെ ഫൈൻഡ് ചെയ്യുന്ന പ്രോബിലിറ്റിയാണ്. ഒരു സെമി കണ്ടക്ടർ എടുത്താൽ നോർമലി അതിന്റെ ഫെർമി എനർജി ലെവലില് 50% ഇലക്ട്രോൺസും ആയിരിക്കും, 50% ആരും ആയിരിക്കും? ഹോൾസും ആയിരിക്കും. ഓക്കെ, അതിന്റെ വാല്യൂ എന്തിനനുസരിച്ച് വേരി ചെയ്യും? ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടറിനനുസരിച്ച് വേരി ചെയ്യും. സിമിലർലി ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ അനുസരിച്ചും വേരി ചെയ്യും. അതുപോലെ ടെമ്പറേച്ചർ അനുസരിച്ച് എന്ത് ചെയ്യും? വേരി ചെയ്യും. ടെമ്പറേച്ചർ അനുസരിച്ചുള്ള വേരിയേഷൻ വെരി സ്മോൾ ആയിരിക്കും. നോർമലി ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്യുവർ സെമി കണ്ടക്ടറിനെ ഇംപ്യുവർ സെമി കണ്ടക്ടർ ആക്കാൻ എത്രത്തോളം എന്താണ് എക്സ്ട്രാ ഇംപ്യൂരിറ്റീസ് പെർ വോളിയത്തിൽ, ഒരു യൂണിറ്റ് വോളിയത്തിൽ ആഡ് ചെയ്യുന്നോ അതിനെ പറയുന്ന പേരാണ് എന്ത്? കോൺസെൻട്രേഷൻ ഓഫ് ദ ഇംപ്യൂരിറ്റി ആറ്റംസ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് ദ ഡോപ്പൻസ് എന്ന് പറയും. ആ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ അനുസരിച്ച് ആര് മാറും? ഫെർമി എനർജി ലെവലിന്റെ പൊസിഷൻ മാറും. അത് പി ടൈപ്പിലും എൻ ടൈപ്പിലും ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലും എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണ് സാർ, ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞു ഒരു പ്യുവർ സെമി കണ്ടക്ടർ എടുത്താൽ, ഹലോ, ഓക്കെ, ഒരു പ്യുവർ സെമി കണ്ടക്ടർ എടുത്താൽ ഞാൻ പറഞ്ഞു ആ പ്യുവർ സെമി കണ്ടക്ടറിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ സ്മോൾ n വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്പർ ഓഫ് ഹോൾസിനെ p വെച്ചിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. ആ രണ്ട് വാല്യൂ ഇൻട്രിൻസിക് കരിയർ കോൺസെൻട്രേഷൻ യുടെ വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും. എന്താണ് പറഞ്ഞത്? ഒരു പ്യുവർ സെമി കണ്ടക്ടർ എടുത്താൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെ കോൺസെൻട്രേഷനും നമ്പർ ഓഫ് ഹോൾസിന്റെ കോൺസെൻട്രേഷനും ഇൻട്രിൻസിക് കരിയർ കോൺസെൻട്രേഷനും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അങ്ങനെ ഈ മൂന്ന് ക്വാണ്ടിറ്റീസും സെയിം ആയാൽ ആ സെമി കണ്ടക്ടറിന് പ്രത്യേകിച്ച് ആപ്ലിക്കേഷൻസ് ഒന്നും കാണത്തില്ല. കാരണം ആ ചാർജ് കരിയേഴ്സ് വഴിയുള്ള കണ്ടക്ടിവിറ്റി എന്തായിരിക്കും? സ്മോൾ ആയിരിക്കും. അങ്ങനെ സ്മോൾ കണ്ടക്ടിവിറ്റി ഉള്ള ഡിവൈസിന് ഒരിക്കലും ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു ഡിവൈസിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. Therefore ഈ പ്യുവർ സെമി കണ്ടക്ടറിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യുന്നു പറഞ്ഞു? എക്സ്ട്രാ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നു പറഞ്ഞു. നോർമലി ആഡ് ചെയ്യുന്ന എക്സ്ട്രാ ഇമ്പ്യൂരിറ്റീസ് ഓൾറെഡി നമുക്കറിയാം. എയ്തർ 13th ഗ്രൂപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം? 15th ഗ്രൂപ്പ് എലമെന്റ്സ് ആയിരിക്കാം. കാരണം ഒറിജിനൽ സെമി കണ്ടക്ടറായ ജെർമേനിയം അതുപോലെ സിലിക്കൺ ഒക്കെ എന്താണ്? 14th ഗ്രൂപ്പ് എലമെന്റ്സ് ആണ്. അതിന്റെ ഔട്ടർ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 4 ഇലക്ട്രോൺസ് ഉണ്ട്. Therefore ആ 4 ഇലക്ട്രോൺസും ബോണ്ട് ഫോം ചെയ്തിരുന്നാൽ അവിടെ ഫ്രീ ഇലക്ട്രോൺസ് 0 ആയിരിക്കും. Therefore ഈ ബോണ്ടിന്റെ കൂടെ എക്സ്ട്രാ എന്ത് ആഡ് ചെയ്യും? 13th ഗ്രൂപ്പ് എലമെന്റ്സിനെ ആഡ് ചെയ്യും. Therefore ആ ഔട്ടർ ഷെല്ലിലെ 4 ഇലക്ട്രോണും എക്സ്ട്രാ ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റി ആറ്റംസിലെ 13th ഗ്രൂപ്പ് ആണെങ്കിൽ 3 ഇലക്ട്രോൺസ് കൂടെ എന്ത് ഫോം ചെയ്യാൻ ശ്രമിക്കും? ബോണ്ട് ഫോം ചെയ്യാൻ ശ്രമിക്കും. Therefore അവിടെ 7 ഇലക്ട്രോൺസ് വരും.
ഒരു ഇലക്ട്രോൺ കോൺഫിഗറേഷനിൽ സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യണമെങ്കിൽ അവിടെ എത്ര ഇലക്ട്രോൺസ് വേണം? 8 ഇലക്ട്രോൺസ്, അല്ലെങ്കിൽ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യണം. ദർഫോർ 7 ഇലക്ട്രോൺസ് വന്നാൽ അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യും? ഒരു ഇലക്ട്രോൺ വേക്കൻസി ക്രിയേറ്റ് ചെയ്യും. എന്ത് ക്രിയേറ്റ് ചെയ്യും? ഒരു ഇലക്ട്രോൺ വേക്കൻസി ക്രിയേറ്റ് ചെയ്യും. സിമിലർലി 15 ഗ്രൂപ്പ് എലമെന്റ്സ് ആഡ് ചെയ്താൽ ഒറിജിനൽ സിലിക്കൺ ഓർ ജെർമനിയം മെറ്റീരിയലിൽ 4 ഇലക്ട്രോൺസ് ഉണ്ട്. 15 ഗ്രൂപ്പ് എലമെന്റ്സിന്റെ ഔട്ടർ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 5 ഇലക്ട്രോൺസ് ഉണ്ട്. ദർഫോർ 4+4+1 അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യും? 1 എക്സ്ട്രാ ഇലക്ട്രോൺ ക്രിയേറ്റ് ചെയ്യും. ദർഫോർ ഓർത്തിരിക്കുക, 13 ഗ്രൂപ്പ് എലമെന്റ്സ് ആഡ് ചെയ്താൽ ഒരു ഇലക്ട്രോൺ വേക്കൻസി ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു പോസിറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്യും എന്ന് പറയാം. 15 ഗ്രൂപ്പ് എലമെന്റ്സ് ആഡ് ചെയ്താൽ ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ ക്രിയേറ്റ് ചെയ്യും. ദർഫോർ നമുക്ക് പറയാം 15 ഗ്രൂപ്പ് എലമെന്റ്സ് ആഡ് ചെയ്താൽ ഒരു നെഗറ്റീവ് ചാർജ് അവിടെ എക്സ്ട്രാ ആയിട്ട് ക്രിയേറ്റ് ചെയ്യും. ഇവിടെ പോസിറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഒറിജിനൽ സെമി കണ്ടക്ടറിന്റെ കൂടെ 13 ഗ്രൂപ്പ് ആഡ് ചെയ്ത് കിട്ടുന്ന എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിന് പറയുന്ന പേരാണ് പി ടൈപ്പ് സെമി കണ്ടക്ടർ. എന്തെന്ന് പറയും? പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയും. സിമിലർലി 15 ഗ്രൂപ്പ് ആഡ് ചെയ്ത് കിട്ടുന്ന ഒരു എക്സ്ട്രാ നെഗറ്റീവ് ചാർജ് ഉള്ള സെമി കണ്ടക്ടർ നമുക്ക് പറയാം എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. എന്തെന്ന് പറയാം? എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയാം. ദർഫോർ സെമി കണ്ടക്ടറിൽ ഏത് ഡിവൈസ് ആയിക്കോട്ടെ, ഡയോഡ് ഓർ ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ ഏത് പവർ ഇലക്ട്രോണിക് ഡിവൈസ് ആയിക്കോട്ടെ, ഓൾവേസ് അവിടെ യൂസ് ചെയ്യുന്ന സെമി കണ്ടക്ടർ എന്തായിരിക്കും? എയ്തർ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ അല്ലെങ്കിൽ പി ടൈപ്പ് സെമി കണ്ടക്ടർ ആയിരിക്കും. കാരണം ഇവിടെ എക്സ്ട്രാ ഡോപ്പൻസ് കൂട്ടിയാൽ, ലാർജ് നമ്പർ ഓഫ് എക്സ്ട്രാ ഡോപ്പിംഗ് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് ജനറേറ്റ് ചെയ്യിക്കാം? ലാർജ് നമ്പർ ഓഫ് എയ്തർ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഹോൾസ് ജനറേറ്റ് ചെയ്യിക്കാം. ദർഫോർ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിൽ എന്ത് കാണും? ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഹോൾസ് കാണും. അതുവഴി അവിടെ എന്ത് നടക്കും? ലാർജ് കണ്ടക്ഷൻ നടക്കും. അങ്ങനെ ലാർജ് കണ്ടക്ടിവിറ്റി ഉള്ള സെമി കണ്ടക്ടറിനെ മാത്രം നമുക്ക് എവിടെ യൂസ് ചെയ്യാം? ഒരു സെമി കണ്ടക്ടർ ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യാം. ഓക്കെ, അതൊരു എക്സ്റ്റൻസീവ് സെമി കണ്ടക്ടറിന്റെ ആപ്ലിക്കേഷൻ വളരെ വളരെ ലിമിറ്റഡ് ആയിരിക്കും. ഓൾവേസ് സെമി കണ്ടക്ടർ ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്ന സെമി കണ്ടക്ടർ എന്തായിരിക്കും? എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ആയിരിക്കും, either എൻ ടൈപ്പ് ഓർ പി ടൈപ്പ് സെമി കണ്ടക്ടർ. ഇനി എക്സ്ട്രിൻസിക് ആണെങ്കിലും ഇൻട്രിൻസിക് ആണെങ്കിലും ഓൾവേസ് നമ്പർ ഓഫ് ഇലക്ട്രോണിന്റെ കോൺസെൻട്രേഷനും നമ്പർ ഓഫ് ഹോൾസിന്റെ കോൺസെൻട്രേഷനും മൾട്ടിപ്ലൈ ചെയ്താൽ ഓൾവേസ് നമുക്ക് കിട്ടുന്ന വാല്യൂ ആ മെറ്റീരിയലിന്റെ ഇൻട്രിൻസിക് കരിയർ കോൺസെൻട്രേഷന്റെ സ്ക്വയർ ആയിരിക്കും. സെമി കണ്ടക്ടർ എന്തോ ആയിക്കോട്ടെ, ഇൻട്രിൻസിക്കോ എക്സ്ട്രിൻസിക്കോ എൻ ടൈപ്പോ അല്ലെങ്കിൽ പി ടൈപ്പോ ആയിക്കോട്ടെ, ഓൾവേസ് പ്രോഡക്റ്റ് ഓഫ് ഇലക്ട്രോൺ ആൻഡ് ഹോൾ കോൺസെൻട്രേഷൻ ഈക്വൽ ടു എന്തായിരിക്കും? സ്ക്വയർ ഓഫ് ദ ഇൻട്രിൻസിക് കരിയർ കോൺസെൻട്രേഷൻ ആയിരിക്കും. ഈ ലോയിനെ പറയുന്ന പേരാണ് മാസ് ആക്ഷൻ ലോ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ ആണ്. സെമി കണ്ടക്ടർ എന്താണ്? പി എൻ ജംഗ്ഷനില് ഫസ്റ്റ് പഠിക്കുന്ന ഇക്വേഷൻ ആണ് എന്ത്? മാസ് ആക്ഷൻ ലോ. മാസ് ആക്ഷൻ ലോ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാം? ഒരു സെമി കണ്ടക്ടറിൽ ഇലക്ട്രോണിന്റെ കോൺസെൻട്രേഷൻ അറിയാം, ഹോൾസിന്റെ കോൺസെൻട്രേഷൻ എനിക്ക് അറിഞ്ഞൂടെങ്കിൽ അതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എന്തിനെ യൂസ് ചെയ്യാം? മാസ് ആക്ഷൻ ലോ യൂസ് ചെയ്യാൻ പറ്റും. ഇത് പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസിൽ മിക്കവാറും ഇത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. ഓൾവേസ് ഒരു സെമി കണ്ടക്ടറിലെ ഇലക്ട്രോൺ ആൻഡ് ഹോൾ കോൺസെൻട്രേഷന്റെ പ്രോഡക്റ്റ് എന്തായിരിക്കും? ഇൻട്രിൻസിക് കരിയർ കോൺസെൻട്രേഷന്റെ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും. ആ ഇൻട്രിൻസിക് കരിയർ കോൺസെൻട്രേഷന്റെ വാല്യൂ ഫിക്സ്ഡ് ആയിരിക്കും അറ്റ് എ ഫിക്സ്ഡ് ടെമ്പറേച്ചർ. ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എടുത്താൽ ഓൾവേസ് ഇൻട്രിൻസിക് കരിയർ കോൺസെൻട്രേഷന്റെ വാല്യൂ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഒരു സിലിക്കൺ മെറ്റീരിയൽ എടുത്താൽ എൻ ഐയുടെ വാല്യൂ 1.5 ഇൻറ്റു 10⁻10 ആറ്റംസ് പെർ സെന്റിമീറ്റർ ക്യൂബ് ആയിരിക്കും. ഇതിന്റെ വാല്യൂ റൂം ടെമ്പറേച്ചറിലാണ് 1.5 ഇൻറ്റു 10⁻10. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ ഈ വാല്യൂ എന്ത് ചെയ്യും? എക്സ്പൊണൻഷ്യലി ഇൻക്രീസ് ചെയ്യും. ആ വേരിയേഷൻ എന്താണെന്ന് പറയാം. ഇത്ര അറിഞ്ഞിരിക്കുക, ഒരു സെമി കണ്ടക്ടറിൽ ഓൾവേസ് പ്രൊഡക്റ്റ് ഓഫ് എന്താണ്? ഇലക്ട്രോൺ ആൻഡ് ഹോൾ കോൺസെൻട്രേഷൻ ഈക്വൽ ടു NI സ്ക്വയർ ആയിരിക്കും. ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക, ഇവിടെ ഞാൻ പറഞ്ഞു പി ടൈപ്പ് സെമി കണ്ടക്ടറും പറഞ്ഞു, എൻ ടൈപ്പ് സെമി കണ്ടക്ടറും പറഞ്ഞു, ഇൻട്രിൻസിക് സെമി കണ്ടക്ടറും പറഞ്ഞു. ഈ മൂന്ന് സെമി കണ്ടക്ടറിലും
ഓൾവേസ് ടോട്ടൽ പോസിറ്റീവ് ചാർജ് ഈക്വൽ ടു എന്തായിരിക്കും, ടോട്ടൽ നെഗറ്റീവ് ചാർജ് ആയിരിക്കും. Therefore, all the semiconductor materials are electrically എന്തായിരിക്കും, ന്യൂട്രൽ ആയിരിക്കും. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഓൾവേസ് പി ടൈപ്പ് ഓർ എൻ ടൈപ്പ് ഓർ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്തായിരിക്കും, ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും. അതിന് റീസൺ എന്താണ്, ഓൾവേസ് ടോട്ടൽ പോസിറ്റീവ് ചാർജ് ഈക്വൽ ടു എന്തായിരിക്കും, ടോട്ടൽ നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ടു മെയിൻറ്റെയിൻ ചാർജ് ന്യൂട്രാലിറ്റി, എന്തിനു വേണ്ടിയിട്ടാണ്, ടു മെയിൻറ്റെയിൻ ചാർജ് ന്യൂട്രാലിറ്റി, അല്ലെങ്കിൽ നമുക്ക് പറയാം ടു മെയിൻറ്റെയിൻ കൺസർവേഷൻ ഓഫ് ചാർജ്. എല്ലാ മെറ്റീരിയലും എന്ത് ഒബേ ചെയ്യും, കൺസർവേഷൻ ഓഫ് ചാർജ് ഒബേ ചെയ്യും. ഒരു എക്സ്ട്രാ പോസിറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്താൽ ആ എക്സ്ട്രാ പോസിറ്റീവ് ചാർജിനെ നള്ളിഫൈ ചെയ്യാൻ ഇന്റേണലി അവിടെ എന്ത് ഡെവലപ്പ് ചെയ്യും, സെയിം മാഗ്നിറ്റ്യൂഡിൽ ഒരു നെഗറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്യും. വൈസ് വെർസ, നെഗറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്താൽ ആ നെഗറ്റീവ് ചാർജിനെ നള്ളിഫൈ ചെയ്യാൻ അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യും, സെയിം പോസിറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്യും. Therefore, all the semiconductor materials എന്തായിരിക്കും, ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും. ഓക്കെ, ഇനി ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ മാത്രമാണ് ഈ ഫോർമുല സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ മാത്രം നമ്പർ ഓഫ് ഇലക്ട്രോൺസും നമ്പർ ഓഫ് ഹോൾസും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. വിച്ച് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, ഇൻട്രിൻസിക് കരിയർ കോൺസെൻട്രേഷൻ ആയിരിക്കും. ഇനി പി ടൈപ്പ് സെമി കണ്ടക്ടർ എടുത്താൽ അവിടുത്തെ നമ്പർ ഓഫ് ഹോൾസ് എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കും. Therefore, അതിന്റെ ഹോൾസിന്റെ ചാർജ് അല്ലെങ്കിൽ എന്താണ്, ഹോൾസ് വഴിയുള്ള കണ്ടക്ടിവിറ്റി ആയിരിക്കും ആ സെമി കണ്ടക്ടറിൽ കൂടുതൽ നിൽക്കുന്നത്. പക്ഷെ ആ പി ടൈപ്പ് എടുത്താലും അവിടെ സ്മോൾ എമൗണ്ടിൽ ആര് കാണും, ഇലക്ട്രോൺസ് കാണും. Therefore, നമുക്ക് പറയാം ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ ഹോൾസ് ആയിരിക്കും മെജോറിറ്റി ചാർജ് കരിയർ, ഇലക്ട്രോൺസ് ആയിരിക്കും മൈനോറിറ്റി ചാർജ് കരിയർ. കുറഞ്ഞ എന്താണ് കോൺസെൻട്രേഷൻ ഉള്ള ചാർജ് കരിയറിനെ നമുക്ക് എന്തെന്ന് പറയാം, മൈനോറിറ്റി ചാർജ് കരിയർ എന്ന് പറയാം. നോർമലി ആ ചാർജ് കരിയർ തെർമലി ജനറേറ്റഡ് ആയിരിക്കും. ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ ഹോൾസ് ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, എക്സ്ട്രാ 13th ഗ്രൂപ്പ് എലമെന്റ്സ് ആഡ് ചെയ്യുന്നത് വഴിയാണ്. പക്ഷെ അവിടെ ഇലക്ട്രോൺസ് ക്രിയേറ്റ് ചെയ്യുന്നത് തെർമലി ജനറേറ്റഡ് ആയിട്ടായിരിക്കും. തെർമൽ ജനറേഷൻ വഴി അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചർ വഴി അവിടെ എന്ത് ബ്രേക്ക് ചെയ്യും, കോവലന്റ് ബോണ്ട്സ് ബ്രേക്ക് ചെയ്യും. ആ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ടായിരിക്കും അവിടെ ഇലക്ട്രോൺസ് ക്രിയേറ്റ് ചെയ്യുന്നത്. നോർമലി ആ തെർമലി ജനറേറ്റഡ് മൈനോറിറ്റി കരിയേഴ്സിന്റെ കോൺസെൻട്രേഷൻ എന്തായിരിക്കും, മെജോറിറ്റി കരിയർ കോൺസെൻട്രേഷനെക്കാളും വെരി സ്മോൾ ആയിരിക്കും. ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എടുത്താൽ അവിടെ മെജോറിറ്റി ചാർജ് കരിയർ ആരായിരിക്കും, ഇലക്ട്രോൺസ് ആയിരിക്കും. മൈനോറിറ്റി ചാർജ് കരിയർ ആരായിരിക്കും, ഹോൾസ് ആയിരിക്കും. ഓക്കെ, അവിടെ മെജോറിറ്റിയും മൈനോറിറ്റിയും ഉണ്ടെങ്കിൽ പോലും ടോട്ടൽ ചാർജ് ഓൾവേസ് എന്തായിരിക്കും, സീറോ ആയിരിക്കും. എന്നാൽ അവർ ചോദിക്കുന്നത് ഇന്നായിരിക്കും ടോട്ടൽ അല്ലെങ്കിൽ നെറ്റ് ചാർജ് ഓഫ് എ പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്നായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പോസിറ്റീവ് നെഗറ്റീവ് ഇലക്ട്രിക്കലി ന്യൂട്രൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കലി ന്യൂട്രൽ തരാണ്ട് നൺ ഓഫ് ദിസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ തരാം. ഓൾവേസ് ഓർത്തിരിക്കുക, എല്ലാ സെമി കണ്ടക്ടറും ഇലക്ട്രിക്കലി എന്തായിരിക്കും, ന്യൂട്രൽ ആയിരിക്കും. ഓക്കെ, ഇത്രയും പോർഷൻസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് പോർഷൻ ഓൾറെഡി ഞാൻ പറഞ്ഞു, ഡോപ്ഡ് സെമി കണ്ടക്ടറിന്റെ കേസ് പറഞ്ഞു. ഇഫ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഗ്രേറ്റർ ദാൻ ഹോൾസ് ആണെങ്കിൽ എന്തായിരിക്കും, എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആയിരിക്കും. നമ്പർ ഓഫ് ഹോൾസ് ഗ്രേറ്റർ ദാൻ ഇലക്ട്രോൺസ് ആണെങ്കിൽ പി ടൈപ്പ് സെമി കണ്ടക്ടർ ആയിരിക്കും. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ കൂടെ എക്സ്ട്രാ ഡോപ്പൻസ് ആഡ് ചെയ്തിട്ടാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ മേക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എയ്തർ 13th ഗ്രൂപ്പ് എലമെന്റ്സ് ആയിരിക്കാം അല്ലെങ്കിൽ എന്തായിരിക്കാം, 15th ഗ്രൂപ്പ് എലമെന്റ്സ് ആയിരിക്കാം. ഓക്കെ, 15th ഗ്രൂപ്പ് എലമെന്റ്സിൽ നോർമലി ആന്റിമണി, ആർസനിക്, ബിസ്മത്ത് ഒക്കെയാണ് ആഡ് ചെയ്യുന്നത്. ആന്റിമണി, ആർസനിക്, ബിസ്മത്ത്. 13th ഗ്രൂപ്പ് എലമെന്റ്സിൽ ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം ഒക്കെയാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അന്നേരം 15th ഗ്രൂപ്പ് എലമെന്റ്സിൽ ഫോസ്ഫറസും ആഡ് ചെയ്യാറുണ്ട്. ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി, ബിസ്മത്ത് ഒക്കെയാണ് 15th ഗ്രൂപ്പ് എലമെന്റ്സിൽ ആഡ് ചെയ്യുന്നത്. ആ 15th ഗ്രൂപ്പ് എലമെന്റ്സ് ആഡ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു എക്സ്ട്രാ ഇലക്ട്രോൺസ് അവിടെ ജനറേറ്റ് ചെയ്യും. ആ ഇലക്ട്രോൺസിന് അതെന്ത് ചെയ്യും, ഡൊണേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഇലക്ട്രോൺസിന് എന്ത് ചെയ്യാൻ ശ്രമിക്കും, ഡൊണേറ്റ് ചെയ്യാൻ ശ്രമിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്, ഔട്ടർ ഷെല്ലില് 8 ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. Therefore, ഒരു ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ട് 15th ഗ്രൂപ്പ് എലമെന്റ്സിനെ നമുക്ക് പറയാം ഡോണർ ഇംപ്യൂരിറ്റി ആറ്റംസ് എന്ന് പറയാം. എന്തെന്ന് പറയാം, ഡോണർ ഇംപ്യൂരിറ്റി ആറ്റംസ് എന്ന് പറയാം.
ആ ഡോണർ ഇമ്പ്യൂരിറ്റി ആറ്റംസ് ഒരു യൂണിറ്റ് വോളിയം എടുത്താൽ, 1 സെന്റിമീറ്റർ ക്യൂബ് എടുത്താൽ എത്രത്തോളം ഡോണർ ഇമ്പ്യൂരിറ്റി ആറ്റംസ് ഉണ്ടോ അതിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് പറയാം ഡോണർ ഇമ്പ്യൂരിറ്റി കോൺസെൻട്രേഷൻ. അതിനെ എൻ സഫിക്സ് ഡി കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എൻ സഫിക്സ് ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഡോണർ ഇമ്പ്യൂരിറ്റി ആറ്റംസ് ആയിരിക്കും. സിമിലർലി 13 ഗ്രൂപ്പ് എലമെന്റ്സ് ആഡ് ചെയ്താൽ, ആർസനിക്, ആന്റിമണി, അലുമിനിയം ഒക്കെ ആഡ് ചെയ്താൽ അവിടെ എന്ത് ഫോം ചെയ്യിക്കും? ഒരു ഇലക്ട്രോണിന്റെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിന്റെ വേക്കൻസി ഫോം ചെയ്യിക്കും. അവിടെ 7 ഇലക്ട്രോണ് ഓൾറെഡി ഉണ്ട്. ദെർഫോർ അത് എന്തിനു വേണ്ടിയിട്ട് ശ്രമിക്കും? വേറെ ഏതെങ്കിലും ആറ്റംസിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. ദെർഫോർ ആ ഇമ്പ്യൂരിറ്റി ആറ്റംസിനെ നമുക്ക് പറയാം അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി ആറ്റംസ് എന്ന് പറയാം. ദെർഫോർ 1 സെന്റിമീറ്റർ ക്യൂബില് ആ അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി ആറ്റംസിന്റെ കോൺസെൻട്രേഷനെ നമുക്ക് പറയാം എൻ സഫിക്സ് എ എന്ന് പറയാം, അല്ലെങ്കിൽ അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി കോൺസെൻട്രേഷൻ എന്ന് പറയാം. അങ്ങനെ 2 ടൈപ്സ് ഓഫ് ഇമ്പ്യൂരിറ്റി കോൺസെൻട്രേഷൻ ആണ് സെമി കണ്ടക്ടറിൽ വരുന്നത്. എയ്തർ ഡോണർ ഇമ്പ്യൂരിറ്റി കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി കോൺസെൻട്രേഷൻ. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ഡോണർ ഇമ്പ്യൂരിറ്റി ആറ്റംസ് ഒരു ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഒരു ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്താൽ ഇത് ആരായിട്ട് മാറും? ഇതൊരു പോസിറ്റീവ് അയോൺ ആയിട്ട് മാറും. ഒരു ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്താൽ, ഓൾവേസ് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ഓർ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്താൽ ആറ്റംസ് എന്തായിട്ട് മാറും? അയോൺസ് ആയിട്ട് മാറും. ഫോർ എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ് എടുത്താൽ അവിടെ എന്താണ്? സോഡിയം എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്ന ആളാണ്. ദെർഫോർ അതെന്തായിരിക്കും? ഒരു പോസിറ്റീവ് അയോൺ ആയിരിക്കും. ക്ലോറിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ്. ദെർഫോർ അതെന്തായിട്ട് വർക്ക് ചെയ്യും? ഒരു നെഗറ്റീവ് അയോൺ ആയിട്ട് വർക്ക് ചെയ്യും. സിമിലർലി ഡോണർ ഇമ്പ്യൂരിറ്റി ആറ്റംസ് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നത് കൊണ്ട് അതെന്തായിട്ട് വർക്ക് ചെയ്യും? ഒരു പോസിറ്റീവ് അയോൺ ആയിട്ട് വർക്ക് ചെയ്യും. അതുപോലെ ഹോൾസിന്റെ ചാർജ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ദെർഫോർ ഒരു സെമി കണ്ടക്ടർ എടുത്താൽ അവിടെ പി ടൈപ്പും എൻ ടൈപ്പും ഉണ്ടെങ്കിൽ ടോട്ടൽ പോസിറ്റീവ് ചാർജ് എന്തായിരിക്കും? എൻ ഡി പ്ലസ് പി ആയിരിക്കും. സിമിലർലി ടോട്ടൽ നെഗറ്റീവ് ചാർജ് എന്തായിരിക്കും? അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി ആറ്റംസ് ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യും. ദെർഫോർ ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്താൽ എന്തായിട്ട് മാറും? നെഗറ്റീവ് അയോൺ ആയിട്ട് മാറും. ആ സെമി കണ്ടക്ടറിലുള്ള ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ സ്മോൾ എൻ എന്ന് കൊടുത്താൽ ടോട്ടൽ നെഗറ്റീവ് ചാർജ് എന്തായിരിക്കും? Na പ്ലസ് എന്നായിരിക്കും. ദെർഫോർ ഒരു സെമി കണ്ടക്ടർ ജംഗ്ഷൻ എടുത്താൽ, എന്താണ് പറഞ്ഞത്? ഒരു സെമി കണ്ടക്ടർ ജംഗ്ഷനോ അല്ലെങ്കിൽ ഒരു സിംഗിൾ സെമി കണ്ടക്ടർ എടുത്താലും കുഴപ്പമില്ല. ഒരു സിംഗിൾ സെമി കണ്ടക്ടർ എടുത്താലും അവിടെ ഡോണർ ഇമ്പ്യൂരിറ്റി ആറ്റംസും അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി ആറ്റംസും ഉണ്ടെങ്കിൽ ഓൾവേസ് ടോട്ടൽ പോസിറ്റീവ് ചാർജ് ഈക്വൽ ടു എന്തായിരിക്കും? ടോട്ടൽ നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ദെർഫോർ നമുക്ക് പറയാം ചാർജ് ഇത് ആക്ച്വലി കോൺസെൻട്രേഷൻ ആണ്. ഇത് ആക്ച്വലി എന്താണ്? കോൺസെൻട്രേഷൻ ആണ്. നമ്പർ ഓഫ് ആറ്റംസ് ആണ്. നമ്പർ ഓഫ് ആറ്റംസിനെ ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായിട്ട് മാറും? ടോട്ടൽ ചാർജ് ആയിട്ട് മാറും. ഇത് ആക്ച്വലി നമ്പർ ആണ്, നമ്പർ ഓഫ് ആറ്റംസ് ആണ്. പോസിറ്റീവ് അയോൺ ആറ്റംസ് പ്ലസ് എന്താണ്? നമ്പർ ഓഫ് ഹോൾസ് ആണ്. ഇതെന്താണ്? നമ്പർ ഓഫ് നെഗറ്റീവ് അയോൺസ് പ്ലസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. നമ്പറിനെ ചാർജ് ആക്കി മാറ്റാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ക്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദെർഫോർ അതെന്തായിട്ട് മാറും? അത് കൂളോം പെർ സെന്റിമീറ്റർ ക്യൂബ് ആയിട്ട് മാറും. ഓക്കെ, ആറ്റംസ് എന്ന് പറയുന്നത് എന്താണ്? പെർ സെന്റിമീറ്റർ ക്യൂബിലാണ്. പെർ സെന്റിമീറ്റർ ക്യൂബിനെ ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായിട്ട് മാറും? 1 സെന്റിമീറ്റർ ക്യൂബിലുള്ള ചാർജ് ആയിട്ട് മാറും. അതിന് നമുക്ക് പറയാം ചാർജ് ഡെൻസിറ്റി എന്ന് പറയാം. എന്തെന്ന് പറയാം? ചാർജ് ഡെൻസിറ്റി എന്ന് പറയാം. കറണ്ട് ഡെൻസിറ്റി അതുപോലെ എന്താണ്? കറണ്ട് ഡെൻസിറ്റി ആക്ച്വലി കറണ്ട് ഡിവൈഡ് ബൈ ഏരിയ ആണ്. ഓക്കെ, അന്നേരം ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നോർമലി നമുക്കറിയാം ഇപ്പൊ മാസ് ബൈ വോളിയം എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഡെൻസിറ്റി കിട്ടും. സിമിലർലി എന്താണ്? ചാർജ് പെർ യൂണിറ്റ് വോളിയം എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ചാർജ് ഡെൻസിറ്റി കിട്ടും. ദെർഫോർ ഇവിടുത്തെ ചാർജ് ഡെൻസിറ്റി എന്തായിരിക്കും? Q ഇൻറ്റു എൻ ഡി പ്ലസ് പി ആയിരിക്കും പോസിറ്റീവ് ചാർജ് ഡെൻസിറ്റി. ഇതിന് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നാൽ എന്തായിട്ട് മാറും? Q ഇൻറ്റു എൻ എ പ്ലസ് എൻ ആയിട്ട് മാറും. അതായിരിക്കും എന്തിന്റെ വാല്യൂ? ടോട്ടൽ നെഗറ്റീവ് ചാർജ് ഡെൻസിറ്റിയുടെ വാല്യൂ. ദെർഫോർ പോസിറ്റീവ് ചാർജ് ഡെൻസിറ്റി മൈനസ് നെഗറ്റീവ് ചാർജ് ഡെൻസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. എന്ന് പറഞ്ഞാല് നെറ്റ് ചാർജ് എന്തായിരിക്കും? 0 ആയിരിക്കും. ദെർഫോർ മെറ്റീരിയൽ എന്തായിരിക്കും? ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും. അതിന്റെ ഇക്വേഷൻ എപ്പോഴും ഓർത്തിരിക്കുക. ഈ ഇക്വേഷനെ പറയുന്ന പേരാണ് ചാർജ് ന്യൂട്രാലിറ്റി ഇക്വേഷൻ.
ഇക്വേഷൻ നമുക്ക് എന്തെന്ന് പറയാം? ചാർജ് ന്യൂട്രാലിറ്റി ഇക്വേഷൻ എന്ന് പറയാം. ചാർജ് ന്യൂട്രാലിറ്റി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ടോട്ടൽ പോസിറ്റീവ് ചാർജ് ഈക്വൽ ടു എന്താണ്? ടോട്ടൽ നെഗറ്റീവ് ചാർജ് ആണ് ഇൻ എനി ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടർ. അത് എൻ ടൈപ്പ് ആയിക്കോട്ടെ, പി ടൈപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് എന്നും പി ഉള്ള ഒരു പി എൻ ജംഗ്ഷൻ ആയിക്കോട്ടെ, എന്തായാലും ടോട്ടൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഓൾറെഡി ഞാൻ പറഞ്ഞു എൻ ഇൻറ്റു പി എൻ ഐ സ്ക്വയർ ആണെന്ന് പറഞ്ഞു. ഇത് ഓർത്തിരിക്കേണ്ട കാര്യം, ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് എപ്പോൾ മാത്രമായിരിക്കും? തെർമൽ ഇക്വിലിബ്രിയത്തിൽ മാത്രമായിരിക്കും. ഓക്കെ, തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഓൾവേസ് എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. കാരണം ടെമ്പറേച്ചർ വേരി ചെയ്താൽ ആര് വേരി ചെയ്യും? എൻ ഐയുടെ വാല്യൂ അല്ലെങ്കിൽ ഇൻട്രൻസിക് കരിയർ കോൺസെൻട്രേഷന്റെ വാല്യൂ വേരി ചെയ്യും. നോർമലി എൻ ഐ സ്ക്വയറിന്റെ വാല്യൂ പ്രൊപ്പോർഷണൽ ടു അല്ലെങ്കിൽ ഈക്വൽ ടു പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു ആ കോൺസ്റ്റന്റിനെ A0 എന്ന് പറയാം. A0 മൾട്ടിപ്ലൈഡ് വിത്ത് ടെമ്പറേച്ചർ ക്യൂബ് മൾട്ടിപ്ലൈഡ് വിത്ത് എക്സ്പൊണൻഷ്യൽ പവർ മൈനസ് എനർജി ഗ്യാപ്പ് അറ്റ് 0 കെൽവിൻ. എനർജി ഗ്യാപ്പ് അറ്റ് 0 കെൽവിൻ ഡിവൈഡഡ് ബൈ ബോൾസ്മാൻ കോൺസ്റ്റന്റ് ഇൻറ്റു ടെമ്പറേച്ചർ ആയിരിക്കും. ഓക്കെ, ബോൾസ്മാൻ കോൺസ്റ്റന്റിന്റെ വാല്യൂ 1.38 ഇൻറ്റു 10⁻⁻23 ജൂൾ പെർ കെൽവിൻ ആണ്. ഓക്കെ, നമ്മൾ ഓർത്തിരിക്കുക ഇൻട്രൻസിക് കരിയർ കോൺസെൻട്രേഷന്റെ സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു എന്താണ്? ടി ക്യൂബ് ആൻഡ് പ്രൊപ്പോർഷണൽ ടു എക്സ്പൊണൻഷ്യൽ നെഗറ്റീവ് പവർ ആണ്. ഈ വാല്യൂ ആക്ച്വലി എന്താണ്? വെരി സ്മോൾ ആണ്. ദെർഫോർ ഈ വേരിയേഷൻ നമുക്ക് എന്ത് ചെയ്യാം? നെഗ്ലക്ട് ചെയ്യാം. ദെർഫോർ നമുക്ക് പറയാം എൻ ഐ സ്ക്വയർ പ്രൊപ്പോർഷണൽ എന്തായിരിക്കും? ടി ക്യൂബ് ആയിരിക്കും. അല്ലെങ്കിൽ എൻ ഐ പ്രൊപ്പോർഷണൽ എന്തായിരിക്കും? ടി റേസ് ടു 3 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് എൻ ഇൻറ്റു പി ഈക്വൽ ടു എൻ ഐ സ്ക്വയർ എന്ന് പറഞ്ഞ ഇക്വേഷൻ സാറ്റിസ്ഫൈ ഒൺലി അറ്റ് എന്താണ്? തെർമൽ ഇക്വിലിബ്രിയം. കാരണം ടെമ്പറേച്ചർ വേരി ചെയ്താൽ എൻ ഐയുടെ വാല്യൂ മാറും. എൻ ഇൻറ്റു പി ഈക്വൽ ടു എൻ ഐ സ്ക്വയർ ആകണമെന്ന് നിർബന്ധമില്ല. ദെർഫോർ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ടെമ്പറേച്ചർ എന്തായിരിക്കണം? ടെമ്പറേച്ചർ കെപ്റ്റ് കോൺസ്റ്റന്റ് ആയിരിക്കണം. ഓക്കെ, ഇത്രയാണ് എന്താണ് കരിയർ കോൺസെൻട്രേഷന്റെ ബേസിക്സ്. ഈ പോർഷൻസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട്സ് ഇല്ലേ ആർക്കും? ഓക്കെ, ഡൗട്ട്സ് ഇല്ലെങ്കിൽ നെക്സ്റ്റ് പോർഷൻ നോക്കാം. നെക്സ്റ്റ് പോർഷൻ പി ടൈപ്പും എൻ ടൈപ്പ് സെമി കണ്ടക്ടറുടെ ഫോം ചെയ്യുന്ന പി എൻ ജംഗ്ഷൻ ആണ്. പി എൻ ജംഗ്ഷൻ ആണ് ഒരു സെമി കണ്ടക്ടറിൽ ഡയോഡായിട്ട് വർക്ക് ചെയ്യുന്നത്. ഡയോഡായിട്ട് വർക്ക് ചെയ്യുന്നത് ആരാണ്? ഒരു പി എൻ ജംഗ്ഷൻ ആയിരിക്കും. ഡയോഡിന്റെ വർക്കിംഗ് എല്ലായിടത്തും ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ എടുത്താലും, ഒരു യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ എടുത്താലും, അല്ലെങ്കിൽ ഒരു എന്താണ് ഏത് ടൈപ്പ് ഓഫ് സ്പെഷ്യൽ പർപ്പസ് ഡയോഡ്സ് എടുത്താലും, ഇമ്പാക്ട് ഡയോഡ്, ടണൽ ഡയോഡ്, അല്ലെങ്കിൽ ട്രപ്പാറ്റ് ഡയോഡ്, ലേസർ ഡയോഡ്സ്, LED ഡയോഡ്സ്, ഏത് ഡിവൈസ് എടുത്താലും, മോസ്ഫെറ്റ് എടുത്താലും, അവിടെ എല്ലാം എന്ത് ഫോം ചെയ്യുന്നുണ്ട്? പി എൻ ജംഗ്ഷൻ. അറ്റ്ലീസ്റ്റ് 1 പി എൻ ജംഗ്ഷൻ എങ്കിലും ഫോം ചെയ്യുന്നുണ്ട്. ഇപ്പം സിലിക്കൺ കൺട്രോൾ റെക്ടിഫയർ, തൈറിസ്റ്റർ ഫാമിലിയിലുള്ള ഡിവൈസ് എടുത്താൽ അവിടെ മോർ ദാൻ 1 പി എൻ ജംഗ്ഷൻസ് ഫോം ചെയ്യുന്നുണ്ട്. ട്രയാക്ക് എടുത്താൽ അല്ലെങ്കിൽ എന്താണ് ഡയാക്ക് എടുത്താൽ അവിടെയൊക്കെ എന്തുണ്ട്? മോർ ദാൻ 1 പി എൻ ജംഗ്ഷൻസ് ഉണ്ട്. ദെർഫോർ ഒരു സെമി കണ്ടക്ടർ ഫിസിക്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് പി എൻ ജംഗ്ഷൻ. 2 ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടർ എവിടെ കോയിൻസൈഡ് ചെയ്യുന്നോ അവിടെ എന്ത് ഫോം ചെയ്യും? പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യും. എല്ലാ സെമി കണ്ടക്ടർ ഡിവൈസ് എടുത്താലും പി എൻ ജംഗ്ഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ത് തന്നെ ആയിരിക്കും? സെയിം തന്നെ ആയിരിക്കും. എവിടെയൊക്കെ പി എൻ ജംഗ്ഷൻ ഉണ്ടോ അവിടെ എല്ലായിടത്തും പി എൻ ജംഗ്ഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അവിടെ എങ്ങനെയാണ് ചാർജ് കരീസ് മൂവ് ചെയ്യുന്നത്, ആ ചാർജ് കരീസിന്റെ മൂവ്മെന്റ് വഴി ആ പി എൻ ജംഗ്ഷനിൽ എങ്ങനെയാണോ ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യുന്നത്, ആ ഡിപ്ലീഷൻ റീജിയന്റെ തിക്നെസ് എങ്ങനെയാണോ വേരി ചെയ്യുന്നത്, അതിന്റെ വിഡ്ത്ത് എങ്ങനെയാണോ വേരി ചെയ്യുന്നത്, ആ എല്ലാ പ്രോപ്പർട്ടീസും ഏത് ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടറിലെ പി എൻ ജംഗ്ഷൻ എടുത്താലും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും, ഫിക്സഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും. ഫസ്റ്റ് നമുക്ക് നോക്കാം പി എൻ ജംഗ്ഷൻ അല്ലെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് പി എൻ ജംഗ്ഷൻ നോക്കാം. ഓപ്പൺ സർക്യൂട്ട് പി എൻ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറും ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടറും പരസ്പരം കണക്ട് ചെയ്യുന്നു. പക്ഷെ അവിടെ എന്തില്ല? എക്സ്റ്റേണലി ഒരു വോൾട്ടേജ് സോഴ്സ് ഇല്ല. എക്സ്റ്റേണൽ വോൾട്ടേജ് സോഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? അതൊരു ഓപ്പൺ സർക്യൂട്ട് പി എൻ ജംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞു ഒരു
പി ടൈപ്പ് സെമി കണ്ടക്ടർ എടുത്താൽ ഓൾറെഡി പറഞ്ഞു അവിടെ നമ്പർ ഓഫ് ഹോൾസ് എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എടുത്താൽ അവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും, നമ്പർ ഓഫ് ഹോൾസ് ആയിരിക്കും. രണ്ട് മെറ്റീരിയൽസ് വിത്ത് ഡിഫറെന്റ് കോൺസെൻട്രേഷൻ പരസ്പരം കണക്ട് ചെയ്താൽ, രണ്ട് മെറ്റീരിയൽ വിത്ത് ഡിഫറെന്റ് കോൺസെൻട്രേഷൻ പരസ്പരം കണക്ട് ചെയ്താൽ ഓൾവേസ് ഹയർ കോൺസെൻട്രേഷൻ ഇന്ന് ചാർജ് കരീസ് എങ്ങോട്ട് മൂവ് ചെയ്യും, ലോവർ കോൺസെൻട്രേഷനിലോട്ട് മൂവ് ചെയ്യും. Therefore, ഈ സെമി കണ്ടക്ടറിൽ ഹോൾസ് എങ്ങോട്ട് മൂവ് ചെയ്യാൻ ശ്രമിക്കും, റൈറ്റിലോട്ട് മൂവ് ചെയ്യാൻ ശ്രമിക്കും. സിമിലർലി ഇലക്ട്രോൺസ് എങ്ങോട്ട് മൂവ് ചെയ്യാൻ ശ്രമിക്കും, ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യാൻ ശ്രമിക്കും. ഇലക്ട്രോൺസ് റൈറ്റിലോട്ട് മൂവ് ചെയ്യും, ഹോൾസ് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യും. ആ മൂവ്മെന്റിന് നമുക്ക് പറയാം ഡിഫ്യൂഷൻ എന്ന് പറയാം. എന്തെന്ന് പറയാം, ഡിഫ്യൂഷൻ എന്ന് പറയാം. ഓക്കെ, അന്നേരം ഡിഫ്യൂഷന്റെ റീസൺ എന്താണ്, കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ആയിരിക്കും. എന്തായിരിക്കും, കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ആയിരിക്കും. ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ആണെന്ത് ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വേരിയേഷൻ ഓഫ് എ പർട്ടിക്കുലർ ക്വാണ്ടിറ്റി വിത്ത് റെസ്പെക്ട് ടു വേരിയേഷൻ ഇൻ ഡിസ്റ്റൻസ് ആയിരിക്കും എന്ത് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. എക്സാമ്പിള്, ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞാല് ഫോഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ടോർക്ക് ഡിവൈഡഡ് ബൈ ലെങ്ത് ആണ്. അല്ലെങ്കിൽ പറയാം ഫോഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ഗ്രേഡിയന്റ് ഓഫ് ദ ടോർക്ക് എന്ന് പറയാം. ഓക്കെ, അന്നേരം ഇവിടെ ഗ്രേഡിയന്റ് ഓഫ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വേരിയേഷൻ ഓഫ് കോൺസെൻട്രേഷൻ വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് ആണ്. ആ വേരിയേഷൻ കാരണം ചാർജ് കരീസ് മൂവ് ചെയ്യാൻ തുടങ്ങും റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും. ആ മൂവ്മെന്റിനെ പറയുന്ന പേരാണ് എന്ത്, ഡിഫ്യൂഷൻ. ആ ഡിഫ്യൂഷന്റെ ഫലമായിട്ട് ഹോൾസ് എങ്ങോട്ട് മൂവ് ചെയ്തു, ഹോൾസ് എല്ലാം റൈറ്റിലോട്ട് മൂവ് ചെയ്തു. ഹോൾസ് റൈറ്റിലോട്ട് മൂവ് ചെയ്യുമ്പോൾ, ഹോൾസ് റൈറ്റിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ ആരൊക്കെ ഉണ്ട്, റൈറ്റ് സൈഡിൽ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആണ്. ആ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആരൊക്കെ ഉണ്ട്, നമ്പർ ഓഫ് ഇലക്ട്രോൺ, കുറെ നമ്പർ ഓഫ് ഇലക്ട്രോൺസും കാണും. അതുപോലെ ഡോണർ ഇമ്പ്യൂരിറ്റി ആറ്റംസും കാണും. ആരും കാണും, ഡോണർ ഇമ്പ്യൂരിറ്റി ആറ്റംസും കാണും. ഇലക്ട്രോൺസ് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുമ്പം, ലെഫ്റ്റ് സൈഡിൽ ആരൊക്കെ കാണും, ഹോൾസും കാണും. അതുപോലെ കുറെ നമ്പർ ഓഫ് അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി ആറ്റംസും കാണും. ബേസ്ഡ് ഓൺ ദ ഡോപ്പിംഗ്, ലൈറ്റ്ലി ഡോപ്ഡ് ആണെങ്കിൽ Na ആൻഡ് Nd കുറവായിരിക്കും. ഹെവിലി ഡോപ്ഡ് ആണെങ്കിൽ Na Nd ഒക്കെ എന്തായിരിക്കും, വെരി ലാർജ് ആയിരിക്കും. ഒരു സെന്റിമീറ്റർ ക്യൂബ് എടുത്താല് അവിടെ അറ്റ്ലീസ്റ്റ് 10⁻³ ഇമ്പ്യൂരിറ്റി ആറ്റംസ് ഉണ്ടെങ്കിൽ ആ സെമി കണ്ടക്ടർ എന്തായിരിക്കും, ഹെവിലി ഡോപ്ഡ് ആയിരിക്കും. തിരിച്ച് ഇമ്പ്യൂരിറ്റി ആറ്റംസിന്റെ കോൺസെൻട്രേഷൻ കുറവാണെങ്കിൽ, ഒരു സെന്റിമീറ്റർ അല്ലെങ്കിൽ ലാർജ് വോളിയത്തിൽ ഒരു 10 ആറ്റംസ് ഒക്കെ ഉള്ളെങ്കിൽ അതെന്തായിരിക്കും, ലൈറ്റ്ലി ഡോപ്ഡ് ഡിവൈസ് ആയിരിക്കും. നോർമൽ സെമി കണ്ടക്ടർ ആപ്ലിക്കേഷൻ നോർമലി എന്തായിരിക്കും, മോഡറേറ്റ്ലി ഡോപ്ഡ് ആയിരിക്കും. എല്ലാ സെമി കണ്ടക്ടറും എന്തായിരിക്കും, മോഡറേറ്റ്ലി ഡോപ്ഡ് ആയിരിക്കും. സ്പെഷ്യൽ പർപ്പസിൽ മാത്രം എന്താക്കി മാറ്റും, ഹെവിലി ഡോപ്ഡ് ആക്കി മാറ്റും. ഇവിടെ ഹോൾസ് റൈറ്റിലോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും, ഇലക്ട്രോൺസ് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. ലെഫ്റ്റ് സൈഡിൽ അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി ആറ്റംസ് ഉണ്ട്. ഈ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ഈ അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി ആറ്റംസിന് എന്ത് കൊടുക്കും, ഒരു ഇലക്ട്രോൺ കൊടുക്കും. Therefore, ആ അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി ആറ്റംസ് എന്തായിട്ട് മാറും, നെഗറ്റീവ് അയോൺസ് ആയിട്ട് മാറും. ഇവിടെ സർക്കിളിൽ കാണിച്ചിരിക്കുന്നത് ആക്ച്വലി അയോൺസ് ആണ്. എന്താണ്, അയോൺസ് ആണ്. സിമിലർലി ഹോൾസ് റൈറ്റിലോട്ട് മൂവ് ചെയ്യുമ്പം ഇവിടുള്ള ഡോണർ ഇമ്പ്യൂരിറ്റി ആറ്റംസ് ആ ഹോൾസിന് എന്ത് കൊടുക്കാൻ ശ്രമിക്കും, ഒരു ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യാൻ ശ്രമിക്കും. Therefore, ഇവിടെ റൈറ്റ് സൈഡില് ഡോണർ ഇമ്പ്യൂരിറ്റി ആറ്റംസ് എന്തായിട്ട് മാറും, പോസിറ്റീവ് അയോൺസ് ആയിട്ട് മാറും. Therefore, ഡിഫ്യൂഷന്റെ ഫലമായിട്ട് പി എൻ ജംഗ്ഷന്റെ മിഡ് പോയിന്റില് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് അയോൺസ് മാത്രമായിട്ട് മാറും. എന്ത് മാത്രമായിട്ട് മാറും, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് മാത്രമായിട്ട് മാറും. ആ പർട്ടിക്കുലർ റീജിയന് പറയുന്ന പേരാണ് ഡിപ്ലീഷൻ റീജിയൻ. എന്തെന്ന് പറയാം, ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയാം. അവിടെ ആര് മാത്രമേ ഉള്ളൂ, എയ്തർ നെഗറ്റീവ് അയോൺ അല്ലെങ്കിൽ പോസിറ്റീവ് അയോൺ. പി ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ എഡ്ജിൽ ആരാണ്, നെഗറ്റീവ് അയോൺ ആണ്. സിമിലർലി എൻ ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ എഡ്ജിൽ ആരാണ്, പോസിറ്റീവ് അയോൺ ആണ്. ഇവിടെ രണ്ടിടത്തും ആരില്ല, ഈ പർട്ടിക്കുലർ റീജിയനിൽ ഇലക്ട്രോൺസും ഇല്ല. ഇലക്ട്രോൺസിനെ നെഗറ്റീവ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്.
ഹോൾസിനെ പോസിറ്റീവ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ രണ്ട് റീജിയനിലും ഇവിടെയും 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 ആരില്ല, ഇലക്ട്രോൺസും ഹോൾസും ഇല്ല. ആര് മാത്രമേ ഉള്ളൂ? പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് മാത്രമേ ഉള്ളൂ. ആ പർട്ടിക്കുലർ റീജിയനെ നമുക്ക് എന്തെന്ന് പറയാം? ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയാം. ദെർഫോർ ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറും ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടറും പരസ്പരം കണക്ട് ചെയ്താൽ അതിന്റെ മിഡ് പോയിന്റിലെ അയോൺസ് മാത്രമുള്ള ഒരു പർട്ടിക്കുലർ റീജിയൻ ഫോം ചെയ്യും. ആ റീജിയനെ നമുക്ക് എന്തെന്ന് പറയാം? ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയാം. ആ ഡിപ്ലീഷൻ റീജിയനിൽ ചാർജ് സെപ്പറേഷൻ ഉണ്ട്. ഒരിടത്ത് പോസിറ്റീവ് ചാർജും ആണ്, ഒരിടത്ത് നെഗറ്റീവ് ചാർജും ആണ്. നമുക്കറിയാം രണ്ട് പർട്ടിക്കുലർ പോയിന്റ് തമ്മിൽ ചാർജ് സെപ്പറേഷൻ ഉണ്ടെങ്കിൽ അവർക്കിടയിൽ എന്ത് ഫോം ചെയ്യും? ഒരു പൊട്ടൻഷ്യൽ ഫോം ചെയ്യും. എന്ത് ഫോം ചെയ്യും? ഒരു പൊട്ടൻഷ്യൽ ഫോം ചെയ്യും. ദെർഫോർ ഈ ഡിപ്ലീഷൻ റീജിയൻ അക്രോസ് എന്ത് ഫോം ചെയ്യും? ഒരു പൊട്ടൻഷ്യൽ ഫോം ചെയ്യും. ആ പൊട്ടൻഷ്യലിനെ പറയുന്ന പേരാണ് കോണ്ടാക്ട് പൊട്ടൻഷ്യൽ. എന്തെന്ന് പറയാം? കോണ്ടാക്ട് പൊട്ടൻഷ്യൽ എന്ന് പറയാം, അല്ലെങ്കിൽ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയാം, അല്ലെങ്കിൽ എന്തെന്ന് പറയാം? ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയാം, അല്ലെങ്കിൽ സ്പേസ് ചാർജ് റീജിയൻ പൊട്ടൻഷ്യൽ എന്ന് പറയാം, അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ പൊട്ടൻഷ്യൽ എന്ന് പറയാം. എന്തോ ആയിക്കോട്ടെ, അവിടെ എന്ത് ഫോം ചെയ്യും? ഒരു പൊട്ടൻഷ്യൽ ഫോം ചെയ്യും. ഈ രണ്ട് പേരുകളെ മിനിമം ഓർത്തിരിക്കുക. ബാരിയർ പൊട്ടൻഷ്യൽ ഓർ കോണ്ടാക്ട് പൊട്ടൻഷ്യൽ എന്ന് പറയാം. ആ പൊട്ടൻഷ്യൽ കാരണം ഫർദർ മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസിന് എന്ത് ചെയ്യും? ആ പൊട്ടൻഷ്യൽ ബ്ലോക്ക് ചെയ്യും. ദെർഫോർ ഈ ഒരു സെമി കണ്ടക്ടറിൽ ഒരു ഇനിഷ്യൽ ടൈമിൽ എന്ത് നടക്കും? ഫ്ലോ ഓഫ് ചാർജ് കരിയേഴ്സ് നടക്കും. അവിടെ ഒരു കണ്ടക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യും. ആഫ്റ്റർ സം ടൈം ആ കരിയറിന്റെ ഫ്ലോ അവിടെ സ്റ്റോപ്പ് ആകും. ദെർഫോർ അവിടുത്തെ കണ്ടക്ടിവിറ്റി എന്തായിട്ട് മാറും? വെരി സ്മോൾ ആയിട്ട് മാറും. ഇവിടെ ഞാൻ പറഞ്ഞു ഡിപ്ലീഷൻ റീജിയനിൽ അക്രോസ് ഡെവലപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഫർദർ മൂവ്മെന്റിനെ ബ്ലോക്ക് ചെയ്യുന്നു പറഞ്ഞു. ഏത് മൂവ്മെന്റിനെയാണ് ബ്ലോക്ക് ചെയ്യുന്നത്? ഡിഫ്യൂഷനെ ആയിരിക്കും ബ്ലോക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ പൊട്ടൻഷ്യൽ കാരണം ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. എവിടെ ജനറേറ്റ് ചെയ്യും? ഡിപ്ലീഷൻ റീജിയൻ അക്രോസ് ഡെവലപ്പ് ചെയ്യും. ആ ഇലക്ട്രിക് ഫീൽഡ് അവിടുത്തെ മൈനോറിറ്റി ചാർജ് കരിയേഴ്സിന് എന്ത് ചെയ്യും? മൂവ് ചെയ്യിക്കാൻ തുടങ്ങും. എന്നോട് പറയാം, ഡിപ്ലീഷൻ റീജിയൻ അക്രോസ് ഡെവലപ്പ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ആ ജംഗ്ഷനിലുള്ള അല്ലെങ്കിൽ ആ സെമി കണ്ടക്ടറിൽ ടോട്ടലി ഉള്ള ആരെ മൂവ് ചെയ്യിക്കാൻ തുടങ്ങും? മൈനോറിറ്റി കരിയേഴ്സിനെ മൂവ് ചെയ്യിക്കാൻ തുടങ്ങും. ആ മൂവ്മെന്റിനെ പറയുന്ന പേരാണ് ഡ്രിഫ്റ്റ്. എന്തെന്ന് പറയാം? ഡ്രിഫ്റ്റ് എന്ന് പറയാം. ആ ഡ്രിഫ്റ്റ് ഓൾവേസ് എന്തായിരിക്കും? മൈനോറിറ്റി ചാർജ് കരിയേഴ്സിന്റെ മൂവ്മെന്റ് ആയിരിക്കും. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ രണ്ട് പോയിന്റ്സും. ഓൾവേസ് ഒരു സെമി കണ്ടക്ടറിലെ മെജോറിറ്റി കറണ്ട് എന്തായിരിക്കും? ഡിഫ്യൂഷൻ കറണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഡിഫ്യൂഷൻ ആയിരിക്കും. അതിന്റെ റീസൺ മൈനോറിറ്റി ചാർജ് കരിയേഴ്സിന്റെ കറണ്ട് എന്തായിരിക്കും? ചാർജ് കരിയേഴ്സ് കറണ്ട് ഡ്രിഫ്റ്റിന്റെ ഫലമായിട്ടായിരിക്കും. ആ ഡ്രിഫ്റ്റിന്റെ റീസൺ ആരാണ്? ബിൽറ്റ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ആണ്. ആ ഇലക്ട്രിക് ഫീൽഡ് കാരണം ചാർജ് കരിയേഴ്സ് മൂവ് ചെയ്യാൻ തുടങ്ങും. ആ മൂവ്മെന്റിന് നമുക്ക് എന്തെന്ന് പറയാം? ഡ്രിഫ്റ്റ് എന്ന് പറയാം. നോർമലി ഡിഫ്യൂഷൻ എങ്ങോട്ടാണോ നടക്കുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ആര് നടക്കുന്നത്? ഡ്രിഫ്റ്റ് നടക്കുന്നത്. ഡിഫ്യൂഷൻ എങ്ങോട്ടാണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഡ്രിഫ്റ്റ് നടക്കുന്നത്. ഒരു നോർമൽ സെമി കണ്ടക്ടർ വിത്തൗട്ട് എക്സ്റ്റേണൽ ബയാസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് പി എൻ ജംഗ്ഷൻ ആണെങ്കിൽ, ഈ ഡിഫ്യൂഷന്റെ ഫലമായിട്ടുള്ള കറണ്ടും ഡ്രിഫ്റ്റിന്റെ ഫലമായിട്ടുള്ള കറണ്ടും എന്തായിരിക്കും? സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് നെറ്റ് കറണ്ട് എന്തായിട്ട് മാറും? നെറ്റ് കറണ്ട് 0 ആയിട്ട് മാറും. Therefore എനിക്ക് പറയാം ടോട്ടൽ കറണ്ട് ഡ്യൂ ടു ഡിഫ്യൂഷൻ പ്ലസ് ടോട്ടൽ കറണ്ട് ഡ്യൂ ടു ഡ്രിഫ്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, കാരണം ഡിഫ്യൂഷൻ എങ്ങോട്ടാണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഡ്രിഫ്റ്റ് കറണ്ട്, അല്ലെങ്കിൽ ഡ്രിഫ്റ്റ് ഓഫ് ചാർജ് കരിയേഴ്സ് നടക്കുന്നത്. ഡിഫ്യൂഷന്റെ റീസൺ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ആയിരിക്കും. ഡ്രിഫ്റ്റിന്റെ റീസൺ എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ജസ്റ്റ് ബേസിക് ആണ്. ബേസിക് ഓഫ് എ പി എൻ ജംഗ്ഷൻ ഫോർമേഷൻ ആണ്. പി എൻ ജംഗ്ഷൻ ഫോം ചെയ്തത് ഡ്യൂ ടു എന്താണ്? ഡിഫ്യൂഷൻ ഓഫ് ചാർജ് കരിയേഴ്സ് ആണ്. ഡിഫ്യൂഷന്റെ ഫലമായിട്ട് അവിടെ അയോൺസ് മാത്രമുള്ള ഒരു റീജിയൻ ഫോം ചെയ്തു. ആ റീജിയൻ എന്തെന്ന് പറയാം? ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയാം. അതിന്റെ തിക്നെസ് ആണ് ക്യാപിറ്റൽ W. അതിന്റെ ഇക്വേഷൻ ഒക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, ആ ഡിപ്ലീഷൻ റീജിയന്റെ വിട്ട് ടുവേർഡ്സ് പി സൈഡിനെ W സഫിക്സ് P എന്ന് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ X സഫിക്സ് P എന്ന് റെപ്രസെന്റ് ചെയ്യാം ചില ടെക്സ്റ്റ് ബുക്കിൽ,
അല്ലെങ്കിൽ ഡബ്ല്യു എൻ എന്ന് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ എക്സ് സഫിക്സ് എൻ എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇത് രണ്ടിടത്തും സിമെട്രിക്കലോ അല്ലെങ്കിൽ നോൺ സിമെട്രിക്കലോ ആയിരിക്കാം, ഡിപ്പെൻഡ്സ് ഓൺ ദ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ. പി സൈഡിലെയും എൻ സൈഡിലെയും ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ സെയിം ആണെങ്കിൽ ഡബ്ല്യു പിയും ഡബ്ല്യു എൻ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. എവിടാണോ ഹെവിലി ഡോപ്ഡ് സൈഡ്, അവിടെ ഡിപ്ലീഷൻ റീജിയന്റെ തിക്നെസ് എന്തായിരിക്കും, സ്മോൾ ആയിരിക്കും. ആ കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഇത്രയും പോർഷൻസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത്രയും പോർഷൻസിൽ ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ഇവിടെ ചോദിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഡ്രിഫ്റ്റിന്റെ റീസൺ ആരാണ്, അല്ലെങ്കിൽ ഡ്രിഫ്റ്റ് കറണ്ട് ഏത് കറണ്ട് ആണെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. മൈനോറിറ്റി, മെജോറിറ്റി, ബോത്ത് മൈനോറിറ്റി ആൻഡ് മെജോറിറ്റി, അങ്ങനെയൊക്കെ ഓപ്ഷൻസ് കാണും. ഓർത്തിരിക്കുക, ഡ്രിഫ്റ്റ് കറണ്ട് ഓൾവേസ് എന്തായിരിക്കും, മൈനോറിറ്റി കറണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ തെർമലി ജനറേറ്റഡ് മൈനോറിറ്റി കരിയേഴ്സിന്റെ കറണ്ട് ആയിരിക്കും ഡ്രിഫ്റ്റ് കറണ്ട്. ഓൾവേസ് മെജോറിറ്റി കറണ്ട് എന്തായിരിക്കും, ഡിഫ്യൂഷൻ കറണ്ട് ആയിരിക്കും. ഡിഫ്യൂഷൻ കറണ്ടിന്റെ റീസൺ കോൺസെൻട്രേഷൻ ഡിഫറൻസ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ആയിരിക്കും, ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. ഡ്രിഫ്റ്റ് കറണ്ടിന്റെ റീസൺ ഒരു ഓപ്പൺ സർക്യൂട്ട് പി എൻ ജംഗ്ഷനിൽ ഓൾവേസ് ഡ്രിഫ്റ്റ് ആൻഡ് ഡിഫ്യൂഷൻ കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും, സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. ദെർഫോർ ആഫ്റ്റർ സം ടൈം നെറ്റ് കറണ്ട് അക്രോസ് എ ഓപ്പൺ സർക്യൂട്ട് പി എൻ ജംഗ്ഷൻ എന്തായിട്ട് മാറും, സീറോ ആയിട്ട് മാറും. ദെർഫോർ നോൺ സീറോ കറണ്ട് കിട്ടണമെങ്കിൽ എക്സ്റ്റേണലി എന്ത് കണക്ട് ചെയ്യണം, വോൾട്ടേജ് കണക്ട് ചെയ്യണം. ആ പ്രോസസ്സിനെ നമുക്ക് എന്തെന്ന് പറയാം, ബയാസിംഗ് എന്ന് പറയാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബയാസിംഗ് ഉണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഇത്രയും പോർഷൻസ് ക്ലിയർ ആണോ എല്ലാവർക്കും? അതെ അതെ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, പി ടൈപ്പ് എങ്ങനെയാണ് ന്യൂട്രൽ ആവുന്നതെന്ന് ഞാൻ ഒന്നുകൂടെ പറയാം. ഓക്കെ, ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടർ എടുത്താൽ അവിടെ എക്സ്ട്രാ ജനറേറ്റ് ചെയ്യുന്നത് ആരെയായിരിക്കും, ഹോൾസിനെ ആയിരിക്കും. ആ ഹോൾസിനെ ജനറേറ്റ് ചെയ്യാൻ അവിടെ എന്ത് ആഡ് ചെയ്യുന്നുണ്ട്, അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി ആറ്റംസ് ആഡ് ചെയ്യുന്നുണ്ട്. അത് ആക്ച്വലി ആരാണ്, നെഗറ്റീവ് അയോൺസ് ആണ്. എത്രത്തോളം നെഗറ്റീവ് അയോൺസ് ഉണ്ടോ അത്രത്തോളം അവിടെ ഹോൾസും ക്രിയേറ്റ് ചെയ്യും. ദെർഫോർ ടോട്ടൽ എന്താണ്, ചാർജ് എന്തായിരിക്കും, സീറോ ആയിരിക്കും. അവിടെ ഇലക്ട്രോൺസ് ഉണ്ടെന്നിരിക്കട്ടെ, സ്മോൾ എമൗണ്ട് ഓഫ് തെർമലി ജനറേറ്റഡ് മൈനോറിറ്റി കരിയേഴ്സ് ഉണ്ടെന്നിരിക്കട്ടെ, അവിടെ എന്താണ്, മൈനോറിറ്റി കരിയേഴ്സ് സ്മോൾ എൻ ആണെങ്കിൽ സെയിം സ്മോൾ പി ഹോൾസും അവിടെ ജനറേറ്റ് ചെയ്യും. കാരണം ഒരു കോവലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പം എത്രത്തോളം എന്താണ് ഇലക്ട്രോൺസ് ജനറേറ്റ് ആകുന്നോ അത്രത്തോളം ഹോൾസ് അവിടെ ജനറേറ്റ് ആകും. ഞാൻ പറഞ്ഞു, ഒരു കോവലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്താൽ അവിടെ എന്ത് ഫോം ചെയ്യും, ഒരു ഇലക്ട്രോൺ ഹോൾ പെയർസ് ആയിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്. ദെർഫോർ തെർമലി ജനറേറ്റഡ് ചാർജ് കരിയേഴ്സ് എടുത്താലും നെറ്റ് ചാർജ് എന്തായിരിക്കും, സീറോ ആയിരിക്കും. പി ടൈപ്പ് സെമി കണ്ടക്ടർ എടുത്താൽ ടോട്ടൽ അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി ആറ്റംസിന്റെ കോൺസെൻട്രേഷൻ തന്നെ ആയിരിക്കും ടോട്ടൽ ഹോൾ കോൺസെൻട്രേഷൻ. കാരണം ഓരോ അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി ആറ്റംസും ഓരോ ഹോൾസിനെ ജനറേറ്റ് ചെയ്യും. ദെർഫോർ ഒരു ഹോൾ കറസ്പോണ്ടിങ് ടു എന്തായിരിക്കും, ഒരു അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി ആറ്റം ആയിരിക്കും. 10⁻³ അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി ആറ്റംസിനെ ആഡ് ചെയ്താൽ കംപ്ലീറ്റ് അയണൈസേഷൻ നടന്നാൽ 10⁻³ ഹോൾസ് അവിടെ ജനറേറ്റ് ആകും. അതുപോലെ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എടുത്താൽ എത്രത്തോളം ഇലക്ട്രോൺസ് ജനറേറ്റ് ആകുന്നോ സെയിം ഡോണർ ഇമ്പ്യൂരിറ്റി ആറ്റംസ് അവിടെ കാണും. ദെർഫോർ ടോട്ടൽ എന്താണ്, ഡോണർ ഇമ്പ്യൂരിറ്റി ആറ്റംസ് എന്ന് പറയുന്നത് എന്താണ്, പോസിറ്റീവ് അയോൺസ് ആണ്, ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആണ്. ദെർഫോർ ടോട്ടൽ ചാർജ് എന്തായിരിക്കും, സീറോ ആയിരിക്കും. ദെർഫോർ ഇൻഡിപെൻഡന്റ് ഓഫ് ദ ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടർ ഓൾവേസ് ടോട്ടൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ആ റീസൺ കാരണമാണ് എന്താണ്, all the semiconductors are electrically neutral. Okay, thank you all. Class നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. Thank you.